ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് നമ്മുടെ ചർച്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ബ്രഹ്മസൂത്ര ശാങ്കര ഭാഷ്യം, സംബന്ധ ഭാഷ്യം. അങ്ങനെ അധ്യാസത്തിന്റെ പൂർവപക്ഷ ഭാഷ്യം, അതാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഞാൻ വായിക്കാം. യുഷ്മദ് അസ്മത് പ്രത്യയ ഗോചരയോർ വിഷയവിഷയണോസ്തമ പ്രകാശവത് വിരുദ്ധ സ്വഭാവയോരിതരേതരഭാവാനുഭവത്വ സിദ്ധായാം. ഇതാണ് യുഷ്മദ് അസ്മത് പ്രത്യയ ഗോചരയോ വിഷയവിഷയണോ തമ പ്രകാശവത് വിരുദ്ധ സ്വഭാവയോ ഇതരേതരഭാവ അനുഭവത്വ സിദ്ധായാം. തദ്ധർമാണമപി സുതരാം ഇതരേതരഭാവ അനുപത്തി. ഇത് സിദ്ധാന്തമല്ല, പൂർവപക്ഷമാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് ഇതിനെ നിഷേധിച്ചുകൊണ്ട് അദ്വൈത സിദ്ധാന്തം എന്താണെന്ന് ഇനി പ്രതിപാദിക്കാൻ പോവുകയാണ്. യുഷ്മത് പ്രത്യയത്തിന്റെ വിഷയമായിരിക്കുന്ന, അതായത് ഇത് എന്നറിയുന്ന വസ്തുക്കളും അസ്മത് പ്രത്യയത്തിന്റെ വിഷയമായിരിക്കുന്ന ആത്മാവും. ഇവിടെ പൂർവപക്ഷി പറയുന്നത് ഞാൻ എന്നുള്ള ശബ്ദം കൊണ്ട് ആത്മാവിനെ അറിയുന്നു എന്നാണ്. ഇത് രണ്ടും ഇതിനെ പറയുന്നു വിഷയിയും വിഷയവും. ആത്മാവ് വിഷയി, മറ്റുള്ളവയെല്ലാം വിഷയങ്ങൾ. ഇത് പരസ്പര വിരുദ്ധ സ്വഭാവം ഉള്ളതാണ്. ഇരുട്ടിനെയും വെളിച്ചത്തെയും പോലെ വൈരുദ്ധ്യം, അത്യന്ത വൈരുദ്ധ്യം. വൈരുദ്ധ്യം എന്ന് പറയുന്നത് ശാസ്ത്രീയമായ ഭാഷയിൽ പറഞ്ഞാൽ രണ്ടു തരത്തിൽ വരും. സഹ അനവസ്ഥായിത്വം എന്ന് പറയും ഒരു വൈരുദ്ധ്യം. സഹ അനവസ്ഥായിത്വം എന്ന് വെച്ചാൽ ഒരുമിച്ചിരിക്കായിക. അതാണ്. എന്താണ്? ഇപ്പോൾ നല്ല വെളിച്ചവും നല്ല ഇരുട്ടും ഒരേ കാലത്ത് ഒരേ ദേശത്ത് ഒരുമിച്ചിരിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ പറയുന്നു വെളിച്ചവും ഇരുട്ടും പരസ്പര വിരോധിയാണ്. അത് വൈരുദ്ധ്യം, വിരോധം എന്ന് പറയുന്നു. അതിന്റെ ശാസ്ത്രീയമായ പരിഭാഷയാണ് സഹ അനവസ്ഥായിത്വം. അതുപോലെ തന്നെ മറ്റൊന്നാണ് ബാധ്യ ബാധക ഭാവം. അതും വൈരുദ്ധ്യത്തിന്റെ മറ്റൊരു പരിഭാഷയാണ്, എന്നുവെച്ചാൽ അതിന്റെ നിർവചനമാണ് ബാധ്യ ബാധക ഭാവം. അതായത് അതിനും ഇത് തന്നെയാണ് ഉദാഹരണം. നല്ല വെളിച്ചവും നല്ല ഇരുട്ടും, ഇത് ഒന്ന് മറ്റൊന്നിനെ ബാധിക്കുന്നു. ബാധിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ അമർത്തിക്കളയുകയോ അല്ലെങ്കിൽ ഇല്ലാതാക്കുകയോ ചെയ്യാം. വെളിച്ചം ബാധകം, ഇരുട്ട് ബാധ്യം. അതായത് വെളിച്ചം നാശകം, നശിപ്പിക്കുന്നത്, ഇരുട്ട് നശിക്കുന്നത്. ഇതാണ് ഇതിന്റെ വെളിച്ചത്തിന്റെയും ഇരുട്ടിന്റെയും വിരോധം എന്ന് പറയുന്നത്. അതിവിടെ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഏതെങ്കിലും രണ്ട് വസ്തുക്കളിൽ വിരോധം, ശരിയായ വിരോധം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതിൽ രണ്ടേതെങ്കിലും ആയിരിക്കും. ഒന്നുകിൽ അത് ബാധ്യ ബാധക ഭാവമായിരിക്കും, അല്ലെങ്കിൽ സഹ അനവസ്ഥായിത്വമായിരിക്കും. വെളിച്ചത്തിനും ഇരുട്ടിനും ഇതുണ്ട്, ഈ തരത്തിലുള്ള പരസ്പര വിരോധമാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. എന്താണ്? വിരുദ്ധ സ്വഭാവയോഹോ, ഇതിന്റെ വൈരുദ്ധ്യമാണ്, വിരുദ്ധ സ്വഭാവമുള്ളതാണ്. ഇത് അനാത്മാക്കളിലുണ്ടെന്നാണ് ഇവിടെ പൂർവപക്ഷി പറയുന്നത്. പൂർവപക്ഷിയുടെ അഭിപ്രായം അനുസരിച്ച് അസ്മത് പ്രത്യയ ഗോചരം, അസ്മത് ഞാൻ എന്ന അറിവിന് വിഷയമാണ് ആത്മാവെന്നാണ്. നമ്മൾ ധരിച്ചിരിക്കുന്നതനുസരിച്ച് ഞാനെന്നുള്ള അറിവിലൂടെ ആത്മാവിനെ, അല്ലെങ്കിൽ ശുദ്ധമായ പൂർണ്ണമായ ആത്മാവിനെ അറിയുന്നില്ല. പക്ഷെ എന്നാൽ ഇവിടെ പറയുന്നത് അത് പൂർവപക്ഷിയുടെ അഭിപ്രായമാണെന്ന് മനസ്സിലാക്കണം.
അങ്ങനെ സ്വീകരിക്കുന്ന ചിലരുണ്ട്. ദാർശനികന്മാരിൽ തന്നെ വൈശേഷികന്മാരെന്ന് പറയുന്നവരുണ്ട്. മഹർഷി കണാദന്റെ അനുയായികൾ, കാണാദന്മാരെന്നും പറയും. അവരുടെ ഒരു സിദ്ധാന്തമാണ് അഹം എന്നുള്ള അനുഭവത്തിലൂടെ ആത്മാവിനെ അറിയുന്നു എന്ന്. അപ്പം അങ്ങനെയുള്ള ചില സിദ്ധാന്തങ്ങൾ മനസ്സിൽ കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഈ ഭാഷ്യകാരനും മറ്റും ഇങ്ങനെ പറയുന്നത്. ഒരു പൂർവപക്ഷം പറയുമ്പോൾ ആ പൂർവപക്ഷികളായിട്ട് ഒരുപാട് പേര് കാണും. ഇപ്പൊ ഇവിടെ ചില അംശങ്ങളിൽ ചാർവാകന്മാർ പൂർവപക്ഷികളായിരിക്കും, ചില അംശങ്ങളിൽ ദ്വൈതികൾ പൂർവപക്ഷികളായിരിക്കും, ചില അംശങ്ങളിൽ നൈയായികന്മാരെ പോലെ അല്ലെങ്കിൽ വൈശേഷികന്മാരെ പോലെയുള്ളവർ പൂർവപക്ഷികളായിരിക്കും. അവരുടെ എല്ലാം ആശയങ്ങളെ സംഗ്രഹിച്ചാണ് ഒരു പൂർവപക്ഷം എന്ന് പറഞ്ഞ് സിദ്ധാന്തത്തിന് വിരുദ്ധമായ ഒരു പക്ഷത്തെ അവതരിപ്പിക്കുന്നത്. ഈ പറയുന്നിടത്ത് ഇങ്ങനെയുള്ള പലരുമുണ്ട്. അപ്പൊ അതിൽ അങ്ങനെയുള്ള വൈശേഷികന്മാരെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ പറയുന്നത് എന്താണ് അസ്മത് പ്രത്യേകോചരം, ആത്മാവ് അഹം എന്നുള്ള അനുഭവത്തിന് വിഷയമാണ്. അതെങ്ങനെ ശരിയാകും എന്ന് ചോദിച്ചാൽ അതല്ല എന്ന് നമ്മളിനി സിദ്ധാന്തത്തിൽ അദ്വൈതിയുടെ പക്ഷത്തിൽ അതിനെ സമർത്ഥിക്കും. ആത്മാവ് അഹം എന്ന് പറയുന്ന അനുഭവത്തിലൂടെ വിഷയമാകുന്നില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം ഇനി പറയും. അതുകൊണ്ട് പൂർവപക്ഷത്തെ നമ്മൾ ഒരിക്കലും സിദ്ധാന്തമായി തെറ്റിദ്ധരിക്കരുത്. യുഷ്മത് പ്രത്യേകോചരം, യുഷ്മത് അസ്മത് പ്രത്യേകോചരം എന്ന് പറഞ്ഞിവിടെ തുടങ്ങി. ഇതിനെക്കുറിച്ചും സാധാരണ ഈ സനാതന പാരമ്പര്യം അനുസരിച്ച് ഒരു ഗ്രന്ഥം ആരംഭിക്കുമ്പോൾ മംഗളാചരണം ചെയ്യണമെന്നാണ്. ഒരു ഗ്രന്ഥത്തിന്റെ യാതൊരു തടസ്സവും കൂടാതെയുള്ള പരിപൂർണമായ പരിസമാപ്തിക്ക് വേണ്ടി ഗ്രന്ഥം തുടങ്ങുമ്പോൾ മംഗളാചരണം ചെയ്യണമെന്നാണ്. മംഗളാദീനി മംഗളമധ്യാനി മംഗളാന്താനി ച ശാസ്ത്രാണി പ്രഥന്തേ. പതഞ്ജലി മഹർഷി വ്യാകരണ മഹാഭാഷ്യം രചിച്ച പതഞ്ജലി മഹർഷി പറഞ്ഞിരിക്കുന്നതാണ്. മംഗളം ആദിയിൽ, മംഗളം മധ്യത്തിൽ, മംഗളം അന്ത്യത്തിൽ ഉള്ള ശാസ്ത്രങ്ങൾ ലോകത്ത് പ്രചാരം നേടുന്നു, വൃദ്ധിയെ പ്രാപിക്കുന്നു. അധ്യേതാരശ്ച വൃദ്ധിയുക്താഹ സ്യുഃ. അധ്യേതാക്കൾ, ആ ശാസ്ത്രം അധ്യയനം ചെയ്യുന്നവർക്ക് അതുകൊണ്ട് അഭിവൃദ്ധി ഉണ്ടാകുന്നു. എന്തുദ്ദേശത്തോടു കൂടിയാണ് അവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ എന്ത് ഫലമാണോ ഉദ്ദേശിക്കുന്നത് ആ ഫലം അവർക്കുണ്ടാകുന്നു എന്നും മറ്റും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ആചാര്യ പാരമ്പര്യം ഉള്ളപ്പോൾ ആദ്യം മംഗളാചരണം ചെയ്യണം. മംഗളാചരണം ചെയ്യാന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യം ഒരു ശ്ലോകം എഴുതി ചേർക്കുകയോ അല്ലെങ്കിൽ മംഗളസൂചകമായ എന്തെങ്കിലും ശബ്ദങ്ങൾ, ഓം പോലെയുള്ള ശബ്ദങ്ങൾ ഉച്ചരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. പക്ഷെ ഭാഷ്യകാരൻ ഇവിടെ അതൊന്നും സ്വീകരിച്ചിട്ടില്ല. യുഷ്മത് അസ്മത് പ്രത്യേക ഗോചരയോ എന്ന് പറഞ്ഞ് തുടങ്ങിയിരിക്കുകയാണ്. എന്തുകൊണ്ട് ആ പാരമ്പര്യത്തെ ലംഘിച്ചു ഒരാചാര്യൻ? അതിന് ഇവിടെ പറയുന്ന സമാധാനം, ഇവിടെ യുഷ്മത് അസ്മത് പ്രത്യയം എന്ന് പറയുന്നതുകൊണ്ട് ആത്മവസ്തുവിനെ സൂചിപ്പിച്ചിരിക്കുകയാണ്. ആത്മവസ്തുവിനെ, പരമാത്മ വസ്തുവിനെ സൂചിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ മംഗളം ആചരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് പ്രത്യേകിച്ച് ശ്ലോകം എഴുതി മംഗളാചരണം നടത്തേണ്ട കാര്യം ഇല്ല എന്നാണ്. അപ്പം മഹാത്മാക്കളെ സംബന്ധിച്ചിടത്തോളം അത് മതി. സാധാരണ മനുഷ്യന് അത് പോരാ. അതുകൊണ്ട് ഇവിടെ മംഗളാചരണം ഉണ്ട്. ഇവിടെ ഗ്രന്ഥം നിർവിഘ്നമായി പരിസമാപിച്ചു. ഗ്രന്ഥ അധ്യയനം ചെയ്യുന്നവർക്ക് ഫലമുണ്ടാകുന്നു. അതുകൊണ്ട് നമുക്ക് ഊഹിക്കാം മംഗളാചരണം ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ശാസ്ത്രത്തിൽ മംഗളവാദം എന്ന് പറഞ്ഞൊരു വിഷയം തന്നെയുണ്ട്. അത് തർക്കശാസ്ത്രവും മറ്റും പഠിക്കുമ്പോൾ അവിടെ ഒന്ന് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അത് മംഗളത്തെക്കുറിച്ചൊരു ചർച്ച, മംഗളാചരണം വേണമോ വേണ്ടയോ എങ്ങനെയാണ്, അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച അത് അവിടെയുണ്ട്. ഇവിടെ അങ്ങനെ ഒന്നുണ്ട്, മംഗളാചരണം ഉണ്ട് എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇവിടെ പൂർവക്ഷി പറയുന്നത് ഈ രണ്ട് വസ്തുക്കൾ ആത്മാവും അനാത്മാവും അത്യന്തം ഭിന്നങ്ങളാണ്. രണ്ടും വെവ്വേറെയാണ്, വിരുദ്ധ സ്വഭാവമുള്ളതാണ്.
അതുകൊണ്ട് ഇത് രണ്ടും കൂടിച്ചേരത്തില്ല എന്നാണ്. അതായത് ഇതിൽ താദാത്മ്യം സംഭവിക്കത്തില്ല എന്നാണ്. അത് ഉറപ്പായിരിക്കെ തദ്ധർമാണാം അപി അടുത്ത് പറയുന്നു. തദ്ധർമാണാം അപി തയോഹോ ആത്മ അനാത്മനോഹോ ധർമാണാം അപി ആ ആത്മ അനാത്മാക്കളുടെ ധർമ്മങ്ങൾക്കും എന്നാണ്. ഇവിടെ രണ്ട് വസ്തുക്കളാണ്, ആത്മാവും അനാത്മാവും. ഈ രണ്ട് വസ്തുക്കളുടെയും ധർമ്മങ്ങൾക്കും സുതരാം ഇതരേതരഭാവ അനുപത്തി വ്യക്തമായും സുതരാം ഇതരേതരഭാവം താദാത്മ്യം അനുപപത്തി അയുക്തമാണ്, ശരിയാകത്തില്ല. ആത്മ അനാത്മാക്കൾക്ക് താദാത്മ്യം സംഭവിക്കാത്തതുപോലെ ആത്മ അനാത്മാക്കളുടെ ധർമ്മങ്ങൾക്കും താദാത്മ്യം സംഭവിക്കത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതും ആത്മ അനാത്മാക്കളുടെ ധർമ്മങ്ങൾ എന്താണ്? ആത്മാവിന്റെ അനാത്മാവിന്റെയും ധർമ്മങ്ങൾ. അനാത്മാവിന്റെ ധർമ്മങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമാണ്. ആത്മാവ് ഒഴികെയുള്ള എല്ലാ വസ്തുക്കളും, ശരീരം തുടങ്ങിയ വസ്തുക്കൾ, ശരീരം, ഇന്ദ്രിയം, മനസ്സ്, ബുദ്ധി തുടങ്ങി സർവ്വവും അനാത്മാക്കളാണ്. എന്താണ് ഇതിന്റെ ധർമ്മങ്ങൾ? ശരീരത്തിന്റെ ധർമ്മം അത് നശ്വരമാണ്, ജഡമാണ്, പരിച്ഛിന്നമാണ്. അതിന് ആദി അന്തങ്ങളുണ്ട്. ഇതെല്ലാം ഇതിന്റെ ധർമ്മങ്ങളാണ്. ആത്മാവിന്റെ ധർമ്മമോ? ഇവിടെ പറയുന്ന പൂർവക്ഷിയുടെ അഭിപ്രായം അനുസരിച്ച് ആത്മാവിന് ധർമ്മങ്ങളാകാം. അദ്വൈതി ഒഴികെ ബാക്കിയുള്ള എല്ലാ ദാർശനികന്മാരും ആത്മാവിന് ധർമ്മങ്ങളെ സ്വീകരിക്കുന്നുണ്ട്. അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം മാത്രമാണ് ഈ ആത്മാവ് നിർഗുണമായിരിക്കുന്നത്. ബാക്കി എല്ലാവരും ആത്മാവിന് ധർമ്മങ്ങളെ സ്വീകരിക്കുന്നു. അനന്ത കല്യാണ ഗുണനിധിയാണ് ഈശ്വരൻ എന്നും മറ്റും പറയുമ്പോൾ അവിടെ ഈശ്വരൻ സഗുണനാണ്. എന്നുവെച്ചാൽ അവിടെ ഈശ്വരന് ധർമ്മങ്ങളുണ്ട്. നൈയായികന്മാര്, വൈശേഷികന്മാര് ഇവരെല്ലാം എന്ത് പറയുന്നു? ആത്മാവിൽ ഇച്ഛ, സുഖദ്വേഷാദി ധർമ്മങ്ങളിരിക്കുന്നു, ജ്ഞാനം തുടങ്ങിയവ ആത്മാവിലിരിക്കുന്നു, ആത്മാവ് ധർമ്മമുള്ളതാണെന്ന് പറയുന്നു. അപ്പോൾ ആത്മാവിനും ധർമ്മങ്ങളുണ്ട് എന്ന് മറ്റ് ഉള്ളവരുടെ അഭിപ്രായത്തിൽ സ്വീകരിക്കാം. പക്ഷെ അദ്വൈതിയുടെ അഭിപ്രായം അനുസരിച്ച് ആത്മാവ് നിർധർമ്മകമാണ്, സർവധർമ്മ ശൂന്യമാണ് ആത്മവസ്തു. അത് സച്ചിദാനന്ദ സ്വരൂപമാണ്. അതിൽ മറ്റു യാതൊരു ധർമ്മത്തിനും തത്ത്, ചിത്ത്, ആനന്ദം അല്ലെങ്കിൽ നിത്യത്വം, ശുദ്ധത്വം ഇതെല്ലാം എന്താണ്? അതിന്റെ സ്വരൂപമാണ്, അതിന്റെ ധർമ്മങ്ങളല്ല. നിർധർമ്മകമാണ്. എന്നാലും അദ്വൈതികളും ആത്മാവിൽ ധർമ്മത്തെ സ്വീകരിക്കുന്നു. എങ്ങനെ? സോപാധികമായി ധർമ്മത്തെ സ്വീകരിക്കുന്നു എന്ന് പറയും. സോപാധികമായ ധർമ്മത്തെ. സോപാധികമെന്ന് വെച്ചാൽ ഉപാധിയോടുകൂടി ആത്മാവിൽ ധർമ്മത്തെ സ്വീകരിക്കുന്നു. പരമാർത്ഥത്തിലല്ല, കൽപ്പിതമായി എന്ന് പറയും. അദ്വൈതിയുടെ ഭാഷയിൽ പറഞ്ഞാൽ കൽപ്പിതമായ ധർമ്മങ്ങളെ സ്വീകരിക്കുന്നു. പാരമാർത്ഥികമായി നിർധർമ്മകം, കൽപ്പിതമായി അതിനും ധർമ്മങ്ങളുണ്ടെന്നാണ്. ഉപാധി എന്ന് പറഞ്ഞാൽ എന്താണ്? പട്ടിന്റെ പുറത്ത് സ്ഫടികം വെച്ച് അല്ലെങ്കിൽ ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് ചുവന്നിരിക്കും, വെളുത്ത ഗ്ലാസ് ചുവന്നിരിക്കും. വെളുത്ത ഗ്ലാസ് ചുവന്നിരിക്കുന്ന എന്തുകൊണ്ട്? ഉപാധി ഉള്ളതുകൊണ്ടാണ്. എന്താണ് അവിടുത്തെ ഉപാധി? പട്ട്. ഉപ ആധീയതേ, ഉപ ആധീയന്തേ എന്നും പറയാം. ഉപ ആധീയന്തേ ധർമാഹ അനേന സമീപേ വസ്തുനി. തന്റെ സമീപത്തിലിരിക്കുന്ന ഒരു വസ്തുവിൽ സ്വന്തം ധർമ്മങ്ങളെ സമർപ്പിക്കുന്നതിന് ഉപാധി എന്ന് പറയുന്നു. ഒരു വസ്തു തന്റെ ധർമ്മങ്ങളെ തന്റെ സമീപത്തിലിരിക്കുന്ന വസ്തുവിലേക്ക് സമർപ്പിക്കുകയാണെങ്കിൽ ആ ആദ്യം പറഞ്ഞ വസ്തുവിന് ഉപാധി എന്ന് പറയും. ഇവിടെ പട്ടിനെ എടുക്കുക. പട്ടിന്റെ ധർമ്മമാണ് രക്തവർണം, ചുവപ്പ് നിറം. ആ ചുവപ്പ് നിറത്തെ ആ പട്ട് തന്റെ സമീപത്തിലിരിക്കുന്ന ഗ്ലാസിലേക്ക് സമർപ്പിക്കുന്നു. അതുകൊണ്ട് ഗ്ലാസ് ചുവക്കുന്നു. അപ്പൊ ഗ്ലാസ് ചുവക്കുന്നതിന് ഉപാധിയായി പട്ട്.
അതുകൊണ്ട് പട്ടിന് നമുക്ക് പറയാം ഉപാധി എന്ന്. എന്തുകൊണ്ട്? സമീപത്തിരിക്കുന്ന എന്താണ്? സമീപ വസ്തു എന്താണ്? അവിടെ ഗ്ലാസ്. അവിടെ എന്ത് ചെയ്യുന്നു? ആധീയന്തേ സമർപ്പിക്കുന്നു, വയ്ക്കുന്നു. എന്ത് വയ്ക്കുന്നു? സ്വധർമാഹ, തന്റെ ധർമ്മങ്ങളെ. എന്തിന്റെ? പട്ടിന്റെ ധർമ്മങ്ങളെ. അങ്ങനെ വയ്ക്കുന്നതുകൊണ്ട് എന്ത് പറയുന്നു? ഗ്ലാസ് ചുമക്കുന്നതിന് പട്ട് ഒരു ഉപാധിയാണ് എന്ന് പറയുന്നു. പട്ട് ഒരു ഉപാധിയാണ് എന്ന് പറയുന്നു. ഇതുപോലെ ഉപാധിയോടുകൂടി ചേർന്ന് കഴിഞ്ഞാൽ ആത്മാവും സധർമ്മകമാകാമെന്നാണ്. ആത്മാവിൽ ധർമ്മങ്ങളുണ്ടാകാം. എങ്ങനെ? ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിന്റെ സ്വരൂപമാണ് ആനന്ദം. പക്ഷെ നമ്മൾ ആനന്ദം അനുഭവിക്കുന്നുണ്ട്. ഈ ആനന്ദം എന്ന് പറയുന്നത് എന്താണ്? ആത്മാവിന്റെ ധർമ്മമാണ് ഈ ആനന്ദം. ആത്മാവിന്റെ ധർമ്മമായ ആനന്ദമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതെങ്ങനെ സംഭവിക്കുന്നു? അവിടെ ഒരു ഉപാധിയുണ്ട്. അതിസൂക്ഷ്മമായ അന്ധക്കരണം എന്ന് പറയുന്ന ഒരു ഉപാധി. അന്ധക്കരണം എന്ന് പറയുന്ന ഒരു ഉപാധിയിലൂടെ ആത്മാവിന്റെ സ്വരൂപമായിരിക്കുന്ന ആനന്ദം നമ്മൾ അനുഭവിക്കുന്നു. അത് എങ്ങനെ സംഭവിക്കുന്നു? ഇതിനെ സംബന്ധിച്ച് അദ്വൈതത്തിൽ പലതരത്തിലുള്ള ചിന്തകളുണ്ട്. എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? അതിനെയാണ് നമ്മൾ പ്രതിബിംബവാദം, അവച്ഛേദവാദം, ആഭാസവാദം ഇങ്ങനെയുള്ള പേരുകളിൽ ശാസ്ത്ര ചർച്ചയിൽ പറയുന്നത്. അതെല്ലാം നമ്മൾ വിശദമായി സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. സാമാന്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതിബിംബ രൂപത്തിൽ വരാം. നമ്മൾ സാധാരണ മനസ്സിലാക്കുന്ന രീതിയിൽ അന്ധക്കരണം എന്ന് പറയുന്ന അതിസൂക്ഷ്മമായ ഒരു വസ്തുവാണ്. അപ്പോൾ ആത്മപ്രതിബിംബം അതിലേക്ക് പതിയുമ്പോൾ ആത്മാവിന്റെ സ്വരൂപമായിരിക്കുന്ന ആനന്ദത്തിന്റെ പ്രതിഫലനം ആ അന്ധക്കരണ വസ്തുവിലേക്ക് വരുന്നു. അങ്ങനെ ആ അന്ധക്കരണത്തിൽ നമുക്ക് സുഖം അനുഭവപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ചൈതന്യം, നമ്മുടെ സ്ഥൂല ശരീരത്തിൽ ചൈതന്യം നമുക്ക് അനുഭവപ്പെടുന്നു. അതായത് എന്റെ ശരീരം ചൈതന്യവത്താണ്, എന്റെ ഉള്ളിൽ ബോധമുണ്ട്. എന്റെ ശരീരം ചൈതന്യവത്തെങ്ങനെ? എന്റെ വിരളിൽ സൂചി കൊണ്ട് കുത്തിയാൽ എനിക്ക് വേദനിക്കുന്നു. സംവേദനക്ഷമത എന്റെ ശരീരത്തിനുണ്ട്. ബോധം എന്റെ ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. ഏത് ശരീരത്തിന്റെ ഭാഗത്തു നിന്നും എനിക്ക് ബോധത്തെ സ്വീകരിക്കാൻ കഴിയുന്നു. ബോധത്തെ അവിടേക്ക് എനിക്ക് ആ ഭാഗത്തേക്ക് പ്രക്ഷേപിക്കാൻ എനിക്ക് കഴിയുന്നു. അപ്പോൾ എന്റെ ശരീരം ചൈതന്യവത്താണെന്ന് പറയും. അപ്പോൾ ഈ ചൈതന്യം എങ്ങനെ വരുന്നു? അതും പറയാം. ഈ ചൈതന്യസ്വരൂപിയായ ആത്മാവിന്റെ സാന്നിധ്യത്തിൽ അതിസൂക്ഷ്മമായ അന്ധക്കരണത്തിലേക്ക്, അല്ലെങ്കിൽ അന്ധക്കരണ പരിണാമമായിരിക്കുന്ന മനസ്സ്, ബുദ്ധി, ഇതിലേക്ക് ഈ അതിസൂക്ഷ്മമായ ഈ അന്ധക്കരണം അതിസ്വച്ഛമായിരിക്കുന്നത് കൊണ്ട് ഈ ആത്മ സാന്നിധ്യത്തിൽ ആത്മസ്വരൂപമായിരിക്കുന്ന ചൈതന്യം അതിലേക്ക് പ്രതിബിംബിക്കുന്നു. അല്ലെങ്കിൽ ആ ചൈതന്യത്തെ അത് ആവാഹിക്കുന്നു. എങ്ങനെയാണോ കാന്തത്തിന്റെ സമീപത്തിൽ ഇരുമ്പിരിക്കുമ്പോൾ ആ ഇരുമ്പിലേക്ക് കാന്തം ആവാഹിക്കപ്പെടുന്നത്, അതുപോലെ ഒരു പ്രോസസ്സ് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ എന്ത് ചെയ്യുന്നു? ചൈതന്യ സ്വരൂപമായിരിക്കുന്ന ആത്മസാന്നിധ്യത്തിൽ ഈ അതിസൂക്ഷ്മമായ അന്ധക്കരണ വൃത്തി ഇരിക്കുമ്പോൾ ആ വൃത്തിയും ചൈതന്യവത്തായിത്തീരുന്നു. ചിത്തിന്റെ സമീപത്തിലിരിക്കുന്ന സൂക്ഷ്മജഡം ചിന്മയമായിത്തീരുന്നു. അപ്പോൾ അന്ധക്കരണം എന്തായി? ചിന്മയമായി. ചിന്മയമായി തീർന്ന അന്ധക്കരണത്തിന്റെ സാന്നിധ്യത്തിൽ സ്ഥൂലമായിരിക്കുന്ന ഈ ശരീരത്തിലേക്കും ആ ചൈതന്യം വ്യാപിക്കുന്നു. ഈ ശരീരവും എന്താകുന്നു? ചിന്മയമായിത്തീരുന്നു, ചൈതന്യവത്തായിത്തീരുന്നു. അപ്പോൾ ഞാൻ പറയുന്നു, ഞാൻ ജീവിച്ചിരിക്കുന്നു, ഞാൻ അറിയുന്നു, ഞാൻ ജീവനുള്ളവനാണെന്ന് പറയുന്നു. ആ ചൈതന്യ സാന്നിധ്യം ഈ ശരീരത്തിൽ നിന്ന് വിടുമ്പോൾ പറയുന്നു, ഞാൻ മരിച്ചുപോയി. എനിക്ക് പറയാൻ പറ്റത്തില്ല, മറ്റു ശരീരത്തെ കണ്ടു പറയുന്നു, താൻ മരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ചൈതന്യത്തിന്റെ പ്രസാരണം ആത്മവസ്തുവിൽ നിന്ന് സൂക്ഷ്മ സ്ഥൂല തലങ്ങളിലേക്ക് വ്യാപിക്കുമ്പോൾ നമ്മൾ ചൈതന്യമുള്ളവരായിത്തീരുന്നു. അപ്പൊ ഇവിടെ എന്താണ്? സ്വാഭാവികമായി ആത്മധർമ്മം നമ്മൾ അനുഭവിക്കുന്നു.
ആത്മാവിന്റെ സ്വരൂപത്തെയല്ല നമ്മൾ അനുഭവിക്കുന്നു. ആനന്ദം നമ്മൾ അനുഭവിക്കുമ്പോൾ ആത്മസ്വരൂപത്തെ അനുഭവിക്കുന്നു എന്ന് പറയാൻ വയ്യ. മറിച്ച് എന്ത് ചെയ്യുന്നു? നമ്മുടെ അന്ധകരണത്തിൽ അനുഭവിക്കുന്ന ആനന്ദത്തെ നമുക്ക് ആത്മധർമ്മം എന്ന് പറയാം. അപ്പൊ അവിടെ ഒരു ഉപാധി വന്നു, അന്ധകരണം. അപ്പൊ സ്വാഭാവികമായി ആത്മാവിന്റെ ആനന്ദത്തെ, അല്ലെങ്കിൽ ആത്മാവിന്റെ ചൈതന്യത്തെ, അല്ലെങ്കിൽ ആത്മാവിന്റെ നിത്യതയെ, ആത്മാവിന്റെ ശുദ്ധതയെ, ഇങ്ങനെ ഏതിനെയും നമുക്ക് അനുഭവിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അറിയുന്നു എന്ന് പറയാം. അപ്പോൾ ആത്മാവിനും സ്വാഭാവികമായി ധർമ്മങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? തദ്ധർമാണാം അപി തയോഹു, അനാത്മാക്കളുടെ ധർമ്മങ്ങൾക്കും. അനാത്മാക്കളായിരിക്കുന്ന ശരീരാദികളുടെ ധർമ്മം നമുക്കറിയാം, അത് ജഡമാണ്, പരിച്ഛിന്നമാണ്, നശ്വരമാണ്. ഇതൊക്കെയാണ് അതിന്റെ ധർമ്മം. നശിക്കുക അതിന്റെ ഒരു ധർമ്മമാണ്. ധർമ്മം, ധർമ്മി. നമ്മൾ സാധാരണ ധർമ്മം എന്ന് പറയുന്നത് ധർമ്മം കൊടുക്കുന്നു, ഭിക്ഷ കൊടുക്കുന്നു, അയാൾ ധർമ്മിഷ്ഠനാണ്. ആ അർത്ഥത്തിൽ ധർമ്മത്തിന് പുണ്യം എന്നുള്ള അർത്ഥമാണ്. ധർമ്മത്തിന്, ധർമ്മശബ്ദത്തിന് പല അർത്ഥമുണ്ട്. ആത്മാവെന്നും അർത്ഥമുണ്ട് ധർമ്മത്തിന്. പക്ഷെ ഇവിടെ ഇപ്പോൾ ഞാനീ പറയുമ്പോൾ തദ്ധർമാണാം അപി എന്ന് പറയുമ്പോൾ ധർമ്മം എന്ന് പറഞ്ഞാൽ അതല്ല, ഒരു വസ്തുവിന്റെ സവിശേഷതയെ അതിന്റെ ധർമ്മം എന്ന് പറയുന്നു. അതായത് പട്ടിന്റെ സവിശേഷതയാണ് രക്തവർണം. അപ്പോൾ ആ രക്തവർണം, ചുവപ്പ് നിറം, അത് പട്ടിന്റെ ധർമ്മം എന്ന് പറയുന്നു. അപ്പോൾ പട്ടിനെ എന്ത് വിളിക്കും? ധർമ്മി എന്ന് വിളിക്കും. പട്ട് ധർമ്മി. ധർമ്മോ അസ്യ അസ്തി ഇതി ധർമ്മി. ധർമ്മം ഏതിനാണോ ഉള്ളത് അതിനെ ധർമ്മി എന്ന് പറയുന്നു. ധർമ്മം ഉള്ളത് ധർമ്മി. പട്ട് ധർമ്മി, പട്ടിന്റെ രക്തവർണം ധർമ്മം എന്നാണ്. ഈ ശരീരം ധർമ്മി. ശരീരത്തിന്റെ നശ്വരത, ശരീരത്തിന്റെ ജഡത്വം, അത് ധർമ്മം. അപ്പൊ ശരീരത്തെ നമുക്ക് ധർമ്മി എന്നും ശരീരത്തിന്റെ ജഡത്വത്തെ നമുക്ക് ധർമ്മം എന്നും പറയാം. ആത്മസ്വരൂപമായിരിക്കുന്ന ആനന്ദം, ആത്മസ്വരൂപമായിരിക്കുന്ന നിത്യത്വം, ആത്മസ്വരൂപമായിരിക്കുന്ന ചൈതന്യം, ഇതെല്ലാം ധർമ്മി എന്ന് പറയാം. ആത്മാവിൽ എപ്പോഴും ഓർക്കണം, വാസ്തവത്തിൽ ധർമ്മധർമ്മിഭാവമില്ല അദ്വൈത സിദ്ധാന്തം അനുസരിച്ച്. മറ്റു സിദ്ധാന്തങ്ങൾ അനുസരിച്ചല്ല, അദ്വൈത സിദ്ധാന്തം അനുസരിച്ച് ധർമ്മധർമ്മിഭാവമില്ല. പക്ഷേ അതിൽ സ്വാഭാവികമായി ധർമ്മധർമ്മിഭാവം വരും. എന്ന് പറയുമ്പോൾ ആത്മാവിന്റെ സ്വരൂപമായിരിക്കുന്ന ആനന്ദം അത് ധർമ്മിയും, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആനന്ദം ആത്മാവിന്റെ ധർമ്മവുമാണ്. അങ്ങനെ സൂക്ഷ്മത്തിൽ നിന്നും സ്ഥൂലത്തിലേക്ക് ചിന്തിച്ചു വരുമ്പോൾ ഈ പ്രപഞ്ചത്തെ ആത്മാവിന്റെ ഒരു ധർമ്മമായി പറഞ്ഞാലും അതിൽ തെറ്റില്ല. ആത്മാവ് ഇതിനാധാരമാണ്, അല്ലെങ്കിൽ അധിഷ്ഠാനമാണ്. ഈ അധിഷ്ഠാനത്തിൽ നിലനിൽക്കുന്ന ഒരു വസ്തുവാണ് പ്രപഞ്ചം. അതുകൊണ്ട് നമുക്ക് പറയാം എന്താണ്? ആത്മാവ് ധർമ്മി, പ്രപഞ്ചം ധർമ്മം എന്ന് പറയാം. അപ്പോൾ എന്താണ് ആ ധർമ്മം എന്ന് പറഞ്ഞാൽ? ഒരു വസ്തുവിന്റെ ഒരു സവിശേഷത, ഏതെങ്കിലും ഒരു സവിശേഷത, അത് ആ വസ്തുവിനെ സംബന്ധിച്ച് ധർമ്മമാകും. ഏത് വസ്തുവിനാണോ ആ സവിശേഷത ഉള്ളത് ആ വസ്തുവിനെ നമ്മൾ ധർമ്മി എന്ന് പറയും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് തദ്ധർമാണാമപി. ആത്മവസ്തുവിന്റെയും അനാത്മവസ്തുക്കളുടെയും ധർമ്മങ്ങൾക്കും എന്താണ്? സുതരാം, വ്യക്തമായും ഇതരേതരഭാവ അനുപത്തി. താതാത്മ്യം അയുക്തമാണ്, സംഭാവ്യമല്ല, താതാത്മ്യം സംഭവിക്കത്തില്ല എന്നാണ്. ഇതിനും താതാത്മ്യം ഒക്കത്തില്ല എന്നാണ്. എന്തുകൊണ്ട്? രണ്ട് വസ്തുക്കൾ കൂടിച്ചേരാതെ ആ വസ്തുക്കളിലിരിക്കുന്ന ധർമ്മങ്ങൾ കൂടിച്ചേരത്തില്ലെന്നാണ് ഒരു സാമാന്യ യുക്തി. താതാത്മ്യം രണ്ട് വസ്തുക്കൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ വസ്തുക്കളിലിരിക്കുന്ന ധർമ്മങ്ങൾ പരസ്പരം താതാത്മ്യം സംഭവിക്കത്തുള്ളൂ. നമുക്ക് മനസ്സിലാകുന്ന രീതി പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ താതാത്മ്യം ഉണ്ടെങ്കിൽ ഇപ്പം വെള്ളവും പാലും കൂട്ടിച്ചേർക്കുന്നു. വെള്ളം അതിന് അതിൻ്റെതായ ധർമ്മങ്ങൾ പലതുമുണ്ട്. പാല് അതിനും അതിൻ്റെതായ ധർമ്മങ്ങൾ ഉണ്ട്. ഇത് രണ്ടും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇതിന്റെ ധർമ്മങ്ങളും പരസ്പരം കൂടിച്ചേരുന്നു. ധർമ്മിയായിരിക്കുന്ന വെള്ളവും പാലും കൂടിച്ചേരുമ്പോൾ അതിന്റെ ധർമ്മങ്ങളും കൂടിച്ചേരുന്നു. ഇത് അധ്യാസത്തിന് ഉദാഹരണമല്ല, ഞാൻ ഈ കൂടിച്ചേരലിനൊരു ഉദാഹരണം പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നമുക്ക് വെള്ളവും പാലും ചേർത്ത് കഴിഞ്ഞാൽ
പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. കാരണം അവിടെ ധർമ്മധർമ്മികൾ കൂടിച്ചേർന്നു. രണ്ടിന്റെയും ഗുണങ്ങളും വിശേഷതകളും എല്ലാം പരസ്പരം കലർന്നുപോയി. കൂടിച്ചേരലിന് മാത്രമുള്ള ഒരു ഉദാഹരണം, അധ്യാസത്തിന്റെ ഉദാഹരണമല്ല. ഇവിടെ അധ്യാസമല്ല സംഭവിക്കുന്നു. അപ്പോൾ ഇതുപോലെ ധർമ്മധർമ്മികൾ കൂടിച്ചേരണമെങ്കിൽ ആദ്യം ധർമ്മികൾ ചേർന്ന് പിന്നെ ധർമ്മങ്ങൾ ചേരണമെന്നാണ്. അതായത് ആത്മാവും അനാത്മാവും തമ്മിൽ താതാത്മ്യപ്പെട്ടതിന് ശേഷമേ ആത്മാവിന്റെ ധർമ്മങ്ങളും അനാത്മധർമ്മങ്ങളും താതാത്മ്യപ്പെടാൻ പാടുള്ളൂ എന്നാണ് പൂർവക്ഷി പറയുന്നത്. ഇവിടെ ആത്മാവും അനാത്മാവും തമ്മിൽ ഒരിക്കലും താതാത്മ്യപ്പെടുന്നില്ല. ഇത് രണ്ടും പ്രത്യേക വസ്തുക്കളാണ്. അതുകൊണ്ട് ആത്മധർമ്മങ്ങളും അനാത്മധർമ്മങ്ങളും ഒരിക്കലും കൂടിച്ചേരത്തില്ല. അതായത് ധർമ്മി അധ്യാസവും ധർമ്മ അധ്യാസവും രണ്ടും സംഭവിക്കത്തില്ല എന്നാണ്. ആത്മാവും അനാത്മാവും തമ്മിൽ താതാത്മ്യപ്പെടുന്നതിനെ ധർമ്മി അധ്യാസം എന്നും ആത്മധർമ്മങ്ങളും അനാത്മധർമ്മങ്ങളും കൂടിച്ചേരുന്നതിന് ധർമ്മ അധ്യാസം എന്നും പറയും. അത് പേരിൽ നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല. മനസ്സിലാക്കാൻ നമ്മുടെ അനുഭവത്തിലൂടെ മനസ്സിലാക്കാം. എങ്ങനെ അധ്യാസത്തെ മനസ്സിലാക്കുന്നതിന് എപ്പോഴും നമ്മൾ സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വരുന്ന അവസരത്തിൽ ചിന്തിച്ചാൽ മതി. എങ്ങനെയാണ് അത് സംഭവിക്കുന്നതെന്ന് പൂർവപക്ഷമുള്ള സിദ്ധാന്തം. സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇവിടെ ആത്മ അനാത്മാക്കൾ കൂടിച്ചേരുന്നു. അതായത് അതിന്റെ താതാത്മ്യം സംഭവിക്കുന്നു. ഗാഠനിദ്രയിൽ നിന്ന് ഉണർവിലേക്ക് വരുമ്പോൾ ആദ്യമായി കഴിഞ്ഞ ദിവസം പറഞ്ഞു സ്ഫുരിക്കുന്ന ബോധം, അവ്യക്തമായി സ്ഫുരിച്ച് പ്രകടമാകുന്ന ബോധം തന്നെക്കുറിച്ചുള്ള ബോധമാണ്. തന്നെക്കുറിച്ചുള്ള ബോധത്തിന് നമ്മൾ കൊടുത്തിരിക്കുന്ന പേരാണ് ഞാൻ, അഹം. ആ ബോധം വ്യാപിക്കുന്ന എവിടെ? നമ്മുടെ ശരീരത്തിലേക്ക്, എന്നിലേക്ക്. ഞാനെന്ന് പറയുമ്പോൾ ശരീരബോധമാണ് ആദ്യം കടന്നു വരുന്നത്. അതായത് ആത്മാവിന്റെ സൂചകമായിരിക്കുന്ന ഞാനെന്നുള്ള ബോധം, ചൈതന്യം ശരീരത്തിലേക്ക് സംക്രമിക്കുന്നു. അപ്പോൾ ഞാനെന്നുള്ള ഒരു ബോധത്തിൽ അവിടെ ആത്മാവും ശരീരവും ചേർന്ന് അനുഭവപ്പെടുന്നു, ഒന്നായി അനുഭവപ്പെടുന്നു. ഇതാണ് ധർമ്മ്യാധ്യാസം. അല്പം കഴിഞ്ഞ് ഇത് വളരെ സൂക്ഷ്മമായി സംഭവിക്കുന്നതാണ്. നമുക്ക് മനസ്സിലാകുന്നു, കൈകാലുകൾ ചലിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ശരീരത്തിലേക്ക് ചൈതന്യം വ്യാപിച്ചിരിക്കുന്നു. കിടക്കയിൽ അസ്വസ്ഥതകളുണ്ടായ ശരീരം വേദനിക്കുന്നു, അല്ലെങ്കിൽ ദുഃഖിക്കുന്നു, സന്തോഷിക്കുന്നു, സുഖം തോന്നുന്നു. ശരീരവുമായി ബന്ധപ്പെട്ട് ഇതെല്ലാം സംഭവിക്കുന്നു. അതുപോലെ തന്നെ തന്നിൽ ദുഃഖം വരുന്നു. ചിലപ്പോൾ ശരീരം വേദനിക്കുന്നു, ശരീരത്തെ അറിയുന്നു. അതുപോലെ എന്നിൽ ദുഃഖം വരുന്നു, അല്ലെങ്കിൽ സുഖം വരുന്നു. അവിടെ എന്ത് ചെയ്യുന്നു? ധർമ്മങ്ങളും കൂടിക്കലരുന്നു. ശരീരത്തിലേക്ക് ബോധം പ്രസരിക്കുമ്പോൾ എന്ത് വരുന്നു? ആത്മധർമ്മം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ചൈതന്യം ശരീരത്തിലേക്ക് വരുന്നു. അതായത് ധർമ്മ അധ്യാസം സംഭവിക്കുന്നു. ശാരീരികമായ പ്രാപഞ്ചികമായ ദുഃഖങ്ങൾ എന്നിൽ അനുഭവപ്പെടുമ്പോൾ എന്തുവരുന്നു? ആ ശരീരധർമ്മമായിരിക്കുന്ന ജഡധർമ്മമായിരിക്കുന്ന ദുഃഖങ്ങൾ ആത്മാവിലേക്ക് അധ്യസിക്കുന്നു. അവിടെ എന്തുവരുന്നു? ധർമ്മി അധ്യാസം. ആദ്യം ഞാനെന്നുള്ള ബോധത്തിൽ ധർമ്മി അധ്യാസം സംഭവിക്കുന്നു. അത് കഴിഞ്ഞ് ധർമ്മ അധ്യാസം സംഭവിക്കുന്നു. ഞാൻ സുഖിയാണ്, ഞാൻ ദുഃഖിയാണ്, ഞാൻ ഇന്നവനാണ്. ആ ബോധങ്ങളെല്ലാം വരുന്നു. പ്രത്യേകിച്ച് വരേണ്ട കാര്യമില്ല, സാമാന്യമായി അതൊക്കെ വരുന്നു. ഉണർവിൽ നിന്നും ഉണർന്നു വരുമ്പോൾ ഒരാൾ ഞാൻ പുരുഷനാണ്, ഞാൻ സ്ത്രീയാണെന്ന് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ആ ധാരണ അയാളുടെ മനസ്സിലേക്ക് വരുന്നു. ഞാൻ വൃദ്ധനാണ്, ഞാൻ യുവാവാണ്, ഞാൻ പുരുഷനാണ്, ഞാൻ സ്ത്രീയാണ്, ഞാൻ സന്യാസിയാണ്, ഞാൻ ബ്രഹ്മചാരിയാണ്. ഇത്തരം അധ്യാസങ്ങളെല്ലാം ഉള്ളിലേക്ക് വരുന്നു. നമ്മൾ ബ്രഹ്മസൂത്രം പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഞാൻ ആത്മാവാണെന്നുള്ള അധ്യാസം വരും. അങ്ങനെയും വരും. ഇതെല്ലാം അധ്യാസമാണ്, നമ്മൾ കൽപ്പിക്കുന്നതാണ്. ഇങ്ങനെയുള്ള അധ്യാസങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ അവിടെ എന്ത് വരുന്നു? നമ്മൾ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? ആത്മ അനാത്മാക്കളുടെ കൂടിച്ചേരൽ, ആത്മ അനാത്മധർമ്മങ്ങളുടെ ചൈതന്യത്തിന്റെ ദുഃഖത്തിന്റെ എല്ലാം കൂടിച്ചേരലുകൾ, ആനന്ദത്തിന്റെ നശ്വരതയുടെ എല്ലാം കൂടിച്ചേരലുകൾ സംഭവിക്കുന്നു. ഇത് വാസ്തവത്തിൽ സംഭവിക്കുന്നതാണ്. ഇതിനെ ഇപ്പോൾ പൂർവക്ഷി അംഗീകരിക്കുന്നില്ല. പൂർവക്ഷി പറയുന്നു ഇതൊന്നും സംഭവിക്കാൻ സാധ്യമല്ല. ഇതരേതരഭാവ അനുഭവത്വ സിദ്ധായാം. ഇതരേതരഭാവം താതാത്മ്യം
അനുപന്നമാണ്. അതുകൊണ്ട് ധർമ്മധർമ്മികളുടെ താതാത്മ്യം അയുക്തമായതുകൊണ്ട്, ശരിയല്ലാത്തതുകൊണ്ട് തദ്ധർമ്മാണാമപി ഈ രണ്ടിന്റെയും ധർമ്മങ്ങളായിരിക്കുന്ന ചൈതന്യം, ആനന്ദം, ദുഃഖം, ജഡത്വം ഉണർന്നു വരുമ്പോൾ, നമ്മൾ രാവിലെ ഉണർന്നു വരുമ്പോൾ പറയും ഇന്നൊരു മൂഡില്ല എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താണ്? ജഡത്വത്തിന്റെ അനുഭവമാണ്. അവിടെ എന്ത് ചെയ്യുന്നു? ശരീരത്തിന്റെ ധർമ്മമായിരിക്കുന്ന ജഡത്വത്തെ ആത്മാവിലേക്ക് അധ്വസിച്ചിട്ടാണ് പറയുന്നത്. ആത്മാവിലേക്ക് അതിനെ താതാത്മ്യപ്പെടുത്തിക്കൊണ്ട് പറയുന്നു. ശരിയല്ല, ഇന്ന് മൂഡൌട്ടാണെന്ന് പറയുന്നു. അത് ജഡത്തിന്റെ അനുഭവം നമുക്കുണ്ടാവുകയാണ്. അപ്പോൾ ആ അനുഭവത്തെ വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാകും അവിടെ അധ്യാസമാണ് ആ സംഭവിക്കുന്നത്. ആനന്ദസ്വരൂപമായിരിക്കുന്ന ആത്മാവിൽ എങ്ങനെയാണ് ഈ മൂഡൌട്ട് സംഭവിക്കുന്നത്? അതൊരിക്കലും സംഭവിക്കാൻ വഴിയില്ല. അപ്പോൾ ആ സംഭവിച്ചിരിക്കുന്ന എന്ത്? ആ ജഡത്തിന്റെ താതാത്മ്യം. ഞാൻ അവിടെ ജഡത്തോട് താതാത്മ്യപ്പെട്ട് കഴിഞ്ഞു, ജഡധർമ്മത്തോട് ഞാൻ താതാത്മ്യപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെ വ്യക്തമായി അക്കാര്യം അനുഭവം ഉണ്ടെങ്കിലും പൂർവക്ഷി പറയുന്നു സുതരാം, വ്യക്തമായും ഇതരേതര ഭാവ അനുഭവത്തെ, ഈ ആ ധർമ്മങ്ങൾക്കും ഇതരേതര ഭാവം താതാത്മ്യം സംഭവിക്കത്തില്ല എന്നാണ്. ഇവിടെ ഒരു ചോദ്യമുണ്ട്. നമ്മൾ പറഞ്ഞു വന്ന വിഷയം അവിടെ തീർന്നിരിക്കുകയാണ്, അതുകൊണ്ടാണ് ചോദ്യത്തിലേക്ക് എടുത്ത് ഇന്നലെ അത് പൂർത്തിയാക്കിയില്ല. അതായത് നിധിധ്യാസനത്തെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. മനനം, നിധിധ്യാസനം, ശ്രവണം. ശ്രവണം, മനനം, നിധിധ്യാസനം ഇത് ഒരേ സമയം സംഭവിക്കാമോ എന്നാണ്. അതോ ആദ്യ ശ്രവണം, അത് കഴിഞ്ഞ് മനനം, അത് കഴിഞ്ഞ് നിധ്യാസനം എന്നുള്ള 3 രീതിയിലാണോ ചെയ്യേണ്ടതെന്നാണ്. ഇത് 3 രീതിയിലും ആകാം എന്നാണ്. പഴയകാലത്തെ ഒരു പാരമ്പര്യം അനുസരിച്ച് പറയും കാശിയിൽ ശ്രവണം, ഹരിദ്വാരത്തിൽ മനനം, ഉത്തരകാശിയിൽ നിധ്യാസനം എന്ന് പറയും. അപ്പോൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് 3 സ്ഥലത്താണ് ചെയ്യുന്നത്, 3 കാലത്തിലാണ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിലും ഇത് ഒരേ സമയവും ആകാം. അതായത് ഏത് സമയമാണോ ശ്രവണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ശ്രവണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് മനസ്സിൽ നിശ്ചയവും മനസ്സിൽ ഏകാഗ്രതയും വരുന്നതിനനുസരിച്ച് മനനവും നിധിധ്യാസനവും സംഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. നമ്മൾ ശ്രവിക്കുന്ന ആ തത്വം, അതായത് ശ്രവിക്കുന്ന ഈ ശബ്ദം, നമ്മൾ ശ്രവിക്കുന്ന തത്വത്തെയല്ല ശബ്ദത്തെയാണ്. ആ ശബ്ദം നമ്മുടെ ഉള്ളിൽ ശരിയായ അറിവിനെ പ്രദാനം ചെയ്യുകയാണെങ്കിൽ, ആ അറിവിനെക്കുറിച്ച് നമുക്ക് വ്യക്തത, ക്ലാരിറ്റി കേൾക്കുന്ന സമയത്ത് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ശ്രവണം അവിടെ മനനത്തിലേക്ക് മാറി എന്നർത്ഥം. എന്ന് വെച്ചാൽ മനനം നിശ്ചയത്തെ തരുന്നതാണ്. നമ്മുടെ ഉള്ളിൽ നിശ്ചയം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം മനനമായി എന്നാണ്. ആ നിശ്ചയത്തിലൂടെ നമ്മുടെ ഉള്ളിൽ വ്യക്തമായ ബോധം സ്ഫുരിക്കുന്നുണ്ടെങ്കിൽ അത് നിധിധ്യാസനമാണ്. നിധിധ്യാസനത്തിൽ ഏകാഗ്രത സംഭവിക്കുന്നതാണ്. ഏകാഗ്രതയിലൂടെയാണ് നിധ്യാസനത്തിൽ എത്തിച്ചേരുന്നത്. അപ്പം വ്യക്തതയും ഏകാഗ്രതയും മനനത്തിന്റെയും നിധിധ്യാസനത്തിന്റെയും സൂചകങ്ങളാണ്. നമുക്കറിയാൻ പറ്റും അത് സംഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വയം അറിയാം. ശ്രദ്ധയുള്ള ഒരുവന് സ്വയം അറിയാൻ പറ്റും. ഇതിന് പ്രാഥമികമായിട്ട് ശ്രദ്ധ വേണം. അപ്പോൾ ശ്രദ്ധയുള്ള ഒരാളാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധയോടുകൂടി ഇതിനെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അപ്പോൾ മനസ്സിലാകും എന്താണ് മനനം, നിധിധ്യാസനം ഇത് രണ്ടും വ്യക്തതയുടെയും ഏകാഗ്രതയുടെയും സൂചകമായി നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. നമ്മൾ വ്യക്തതയുണ്ടെങ്കിൽ മനനം സംഭവിച്ചു, കേൾക്കുന്ന ആശയം നമുക്ക് വ്യക്തമാകും. മനസ്സവിടെ ഏകാഗ്രമാകുന്നുണ്ടെങ്കിൽ, മനസ്സ് ഏകാഗ്രമാകുന്നതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാലും ഇതിന്റെ ഒരു അംശം ഉള്ളിൽ നിൽക്കും. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ജിംനാസ്റ്റിക്സ് അഭ്യാസം പോലെയാണ്. അതായത് മനസ്സിന്റെ ഒരു ഭാഗം എപ്പോഴും ഈ പറയുന്ന വസ്തുസാരത്തിൽ നിന്നു കഴിഞ്ഞാൽ
അതായത് ശാസ്ത്ര ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാനുസന്ധാനം ശ്രവണ ഭിന്നമായ സമയങ്ങളിൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ മനസ്സ് മനനത്തിലേക്കും നിധ്യാസനത്തിലേക്കും കടന്നിരിക്കുന്നു എന്നാണ്. നമ്മളിവിടെ ഇരുന്ന് ഒരു ചെവി കൂടി കേട്ട് മറ്റൊരു ചെവി കൂടി ഇതിനെ പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക് പോകുമ്പോൾ ഇതിനെ പൂർണ്ണമായി വിസ്മരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം വ്യവഹാരത്തിൽ ആത്മതത്വത്തെ പൂർണ്ണമായി വിസ്മരിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ മനസ്സ് കേവല ശ്രവണത്തിൽ മാത്രമേ വന്നുള്ളൂ, മനനത്തിലേക്കും നിധ്യാസനത്തിലേക്കും പോയില്ല എന്നാണ്. മനനത്തിലേക്കും നിധ്യാസനത്തിലേക്കും ശ്രവണ സമയത്ത് തന്നെ ഒരു മനസ്സ് കിടക്കുന്നുവെങ്കിൽ തീർച്ചയായും ഇത് ഈ ശ്രവണം നടക്കാതിരിക്കുന്ന സമയത്തും ഇടവിട്ടാണെങ്കിലും ഇതിന്റെ സ്മരണ നമ്മുടെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ആത്മസ്മൃതി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലേക്ക് നിജസ്മൃതി എന്ന് പറയും. ആത്മസ്മൃതി അത് നമ്മുടെ ഉള്ളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അത് ഒരു സ്വാനുഭവമായിട്ടായില്ല എങ്കിലും സ്മരണ രൂപത്തിൽ വരാം. അതായത് നമ്മൾ കേട്ടതിനെ സ്മരിക്കുക. അല്ലെങ്കിൽ ഈ ഏകാഗ്രമായി ആത്മവസ്തുവിനെക്കുറിച്ച് ശ്രവണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഇതിന്റെ സ്ഫുരണങ്ങൾ ഉണ്ടാകും. ആ സ്ഫുരണങ്ങളെ നമുക്ക് പിന്നീട് അനുസന്ധാനം ചെയ്യാൻ കഴിയും, സ്മരിക്കാൻ കഴിയും. ഒരു അനുഭവത്തിന്റെ സ്മരണ എന്നുള്ള നിലയ്ക്ക് അത് തുടർച്ചയായി നിൽക്കത്തില്ല. കാരണം തുടർച്ചയായി നിൽക്കുന്നതിന് ഒരുപക്ഷെ നമുക്ക് അതിനുള്ള യോഗ്യത ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അങ്ങനെ യോഗ്യത ഉണ്ടായിരുന്നാൽ നമ്മൾ എവിടെ നിന്നെങ്കിലും തത്വമസി എന്ന് കേട്ടുകഴിഞ്ഞാൽ മതി, പിന്നീട് നമുക്ക് വേറൊന്നും കേൾക്കേണ്ട ആവശ്യം വരത്തില്ല. അപ്പോൾ അതിനുള്ള യോഗ്യത ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇടവിട്ടാണെങ്കിലും നമ്മുടെ വ്യവഹാരങ്ങളിൽ നമ്മുടെ മനസ്സ് മുഴുകുമ്പോഴും ഒരു അഭ്യാസം എന്നുള്ള നിലയ്ക്ക് മനസ്സിന്റെ ഒരു ഭാഗം ഇതിൽ ഇരിക്കും, മറ്റു ഭാഗം വിഷയങ്ങളിലും മറ്റ് വ്യവഹാരങ്ങളിലും ഇരിക്കും. അത് മനന നിധ്യാസനം കുറയ്ക്കുന്നുകൊണ്ടാണ്. അല്ല, ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് സമയം ഏകാന്തമായി ഇരുന്നുകൊണ്ട് ഈ പറഞ്ഞ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിന്റെ സംശയങ്ങൾ പരിഹരിക്കത്തക്ക രീതിയിൽ നമ്മളൊരു പുസ്തകത്തെ അവലംബമാക്കിയോ അല്ലെങ്കിൽ സബ്ബ്രഹ്മചാരികളോടൊപ്പമോ ഈ വിഷയം ചർച്ച ചെയ്യുകയോ ചിന്തിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് മനനമെന്ന് പറയാം. അപ്പോൾ നമ്മൾ ശ്രവിക്കുന്നില്ല, മനനം ചെയ്യുന്നു. അതും വിട്ടിട്ട് ഏകാന്തത്തിലിരുന്ന് മനസ്സിനെ നമ്മൾ ധരിച്ച നിത്യ ശുദ്ധ മുക്ത വസ്തു ആയ ആനന്ദ സ്വരൂപനാണ് ഞാൻ എന്നുള്ള ആ ബോധത്തിലേക്ക് മനസ്സിനെ അമർത്താൻ നമ്മൾ ശ്രമിക്കുകയാണ്. ആ ബോധത്തിൽ മനസ്സിനെ നിർത്താൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് പ്രത്യേകമായ നിധിധ്യാസനമായി. അപ്പോൾ അതങ്ങനെയാകാം. ശ്രവണം, മനനം, നിധിധ്യാസനം ഈ രീതിയിലും ആകാം. അല്ല, ഇതോടൊപ്പവും ആകാം. അത് വ്യക്തികളുടെ യോഗ്യത ആണ് അവിടെയും പ്രശ്നം. ചിലർക്ക് ഇതെല്ലാം ഒരേ സമയം ചെയ്യാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. ചിലർക്ക് കേട്ടാൽ മറക്കേണ്ടി വരും, വീണ്ടും കേൾക്കേണ്ടി വരും, വീണ്ടും മറക്കേണ്ടി വരും. ചിലർക്ക് ശ്രവണം തന്നെ ശരിയാകാൻ പ്രയാസമാണ്. ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഉറക്കം വരുന്നത്. അപ്പോൾ കേൾക്കുന്നത് പകുതി ഇടവിട്ടായിരിക്കും. പിന്നെ അതാണ് വേദാന്തം എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പോകും. പിന്നെ അതിലും വലിയ നാശമാകും. അപ്പോൾ അങ്ങനെയുള്ള അപകടങ്ങളും ഇതിനകത്തുണ്ട്. ശ്രവണം തന്നെ ചിലപ്പോൾ ശരിയാകാതെ വരും. പിന്നെ മനനത്തിന്റെയും നിധ്യാസനത്തിന്റെയും കാര്യം പറയാനുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ഒരുമിച്ചാകാമെങ്കിൽ ആകാമെങ്കിൽ അത് നല്ലത്. അല്ല, പ്രത്യേകം ആണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയാകാം എന്നാണ്. അടുത്ത ചോദ്യം വരുന്നത്, പറയുന്നു വിഷയവും വിഷയിയും തമ്മിലുള്ള താദാത്മ്യം ശരിയല്ല എന്ന് പറഞ്ഞു. അത് പൂർവപക്ഷം. ഞാൻ ഇപ്പോൾ തുടങ്ങിയപ്പോഴും ആ വിഷയമാണ് പറഞ്ഞത്. വിഷയവും വിഷയിയും, ആത്മാവും അനാത്മാവും തമ്മിൽ താദാത്മ്യം സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞു. അത് പൂർവപക്ഷമാണ്, സിദ്ധാന്തമല്ല. പിന്നീട് അത് താദാത്മ്യം എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതും വ്യക്തമായി പറഞ്ഞു. എങ്ങനെ ഉറക്കത്തിൽ നിന്നും ഉണർവിലേക്ക് വരുന്ന ആ സമയത്തെ കുറിച്ച് ചിന്തിച്ചാൽ മതി. കൂടുതൽ ഒരേ കാര്യം തന്നെ പറഞ്ഞു കേൾക്കുന്നതിനും നല്ലത് അതേ കാര്യം തന്നെ സ്വപ്രയത്നം കൊണ്ട് ചിന്തിച്ചുകൂടി മനസ്സിലാക്കുന്നതാണ്. ആ ഭാഗം ഒരിക്കലും ഇവിടെ ചിന്തിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് വ്യക്തമായും മനസ്സിലാകും ഇവിടെ താദാത്മ്യം സംഭവിക്കുന്നുണ്ട്. ബോധം ഉള്ളിൽ സ്ഫുരിക്കുന്നു, ശരീരത്തിലേക്ക് അത് പടരുന്നു. ഞാനെന്നുള്ള ബോധത്തിൽ കേവല ബോധം മാത്രമല്ല, ശരീരമെന്നുള്ള ഭാവം കൂടി വരുന്നു. അവിടെ ഞാനെന്നോ പുരുഷനെന്നോ ഞാൻ സ്ത്രീയെന്നോ ഇങ്ങനെയുള്ള ഭാവങ്ങൾ വരുന്നു. ഞാൻ സന്യാസിയെന്നോ ബ്രഹ്മചാരിയെന്നോ ത്യാഗിയെന്നോ ജ്ഞാനിയെന്നോ അജ്ഞാനിയെന്നോ ഉള്ള ഭാവങ്ങളെല്ലാം വരുന്നു. ഇതെല്ലാം എന്താണ്? അധ്യാസമാണ്. ഉണർന്നു കഴിയുമ്പോൾ രാവിലെ ജ്ഞാനിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അധ്യാസമാണ്, ഭ്രമമാണ്.
അങ്ങനെ ആർക്കെങ്കിലും ബ്രഹ്മസൂത്രം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ തോന്നും, മനസ്സിലായിക്കൊള്ളും ഇത് അധ്യാസമാണ് എന്നാണ്. അപ്പോൾ അങ്ങനെ വരാം, ഞാൻ ജ്ഞാനിയാണെന്ന് തോന്നിപ്പോകാം പലതരത്തിൽ. കാരണം നമ്മൾ ചിന്തിക്കുന്നതും ഇതിനനുസരിച്ചാണ് ഈ ഭ്രമം വരുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ജ്ഞാനിയാണെന്ന് തോന്നുകയാണെങ്കിൽ, കാരണം കുറച്ച് കഴിയുമ്പോൾ അത് മാറും, അത് തോന്നുകയാണെങ്കിൽ അത് ഭ്രമമാണ്, അധ്യാസമാണ് എന്നാണ്. അപ്പോൾ ഈ നമ്മുടെ അനുഭവത്തെ തന്നെ നോക്കിയാൽ മതി അധ്യാസത്തെ മനസ്സിലാക്കുന്നതിന്. അത് ഇന്നും ഞാൻ പറഞ്ഞാണ്. അതുകൊണ്ട് അധ്യാസം എന്ന് പറയുന്നത് അത് വ്യക്തമാക്കേണ്ടത് ഇങ്ങനെയാണ്. പറയുമ്പോൾ നമുക്കത് വ്യക്തമാകുന്നില്ലെങ്കിൽ അതൊന്നുകൂടി ചിന്തിച്ചു നോക്കും, ഒന്നുകൂടി ചിന്തിക്കുമ്പോൾ വ്യക്തമാകും. ഉണർന്നു വരുമ്പോൾ അത് സംഭവിക്കുന്നുണ്ട്. നമ്മുടെ അനുഭവത്തിൽ തന്നെ അത് വ്യക്തമാകാം. അനുഭവത്തെ നമ്മളൊന്ന് വിശകലനം ചെയ്താൽ മതി, അപ്പോൾ അത് വ്യക്തമാകുന്നു. അതായത് ഈ പുസ്തകത്തിൽ പഠിക്കുന്നത് അനുഭവമായിട്ട് തടിച്ചു നോക്കണം. പുസ്തകത്തിൽ നിന്ന് അത് നമുക്ക് ചിലപ്പോൾ വ്യക്തമാകത്തില്ല. പുസ്തകത്തിൽ പറയുന്നു ആത്മാവും അനാത്മാവും തമ്മിൽ താതാത്മ്യം ചെയ്യുന്നു, അത് നമ്മൾ കാണാതെ പഠിച്ച് നോട്ട് എഴുതിയെടുത്ത് പരീക്ഷ എഴുതി പാസ്സായി റാങ്കും വാങ്ങി, പത്രത്തിൽ ഫോട്ടോയും വന്നു. അതുകൊണ്ട് ഇവിടെ അധ്യാസം പിടികിട്ടണമെന്നൊന്നുമില്ല. അധ്യാസം പിടികിട്ടണമെങ്കിൽ എന്ത് വേണം? സ്വയം ചിന്തിച്ചു നോക്കണം, സ്വയം ആന്തരികമായി ചിന്തിച്ചു നോക്കണം. വേദാന്തം MA പാസ്സായതുകൊണ്ട് അധ്യാസം പിടികിട്ടത്തില്ല. അങ്ങനെ സൂക്ഷ്മമായി ചിന്തിച്ച് പാസ്സായാൽ പിടികിട്ടും, അല്ലെങ്കിൽ അത് പിടികിട്ടാൻ പ്രയാസമുള്ള കാര്യമാണ്. പറയുന്നു ആത്മവിചാരം. അപ്പോൾ ഈ ആത്മവിചാരം ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. നമ്മളിപ്പോ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനാണ് ആത്മവിചാരം എന്ന് പറയുന്നത്. രാവിലെ 6:30 മുതൽ 8 മണി വരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ് ആത്മവിചാരം. ആത്മവിചാരം എന്താണെന്ന് ഈ ചോദിച്ച ആളിനറിയാം, ഈ സംഗതിയുടെ പേരെന്താണെന്ന് അറിയില്ലെന്നേ ഉള്ളൂ. എന്നു വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് നല്ല പല്ലുവേദനയുണ്ട്. പല്ലുവേദന ഉണ്ടപ്പോൾ ഗുരുവിന്റെ അടുത്ത് ചെന്ന്, അല്ലയോ ഗുരു, എന്താണ് ഈ പല്ലുവേദന എന്ന് ചോദിക്കേണ്ട ആവശ്യം ഒരു ശിഷ്യനും വരത്തില്ല, ഒരു ഗുരുവിന് ഉപദേശിക്കേണ്ടി വരത്തില്ല. അല്ലയോ ശിഷ്യ, ഈ വേദനയാണ് പല്ലുവേദന എന്ന് ഉപദേശിക്കേണ്ട ആവശ്യം ഒരു ഗുരുവിനും വരത്തില്ല. കാരണം പല്ലുവേദന എന്താണെന്നുള്ളത് ആകെ വ്യക്തമായും മനസ്സിലാവും. പക്ഷെ മലയാളിയാണെങ്കിൽ അതിന് പല്ലുവേദന എന്ന് പറയും, ഇംഗ്ലീഷുകാരനാണെങ്കിൽ അതിന് വേറെ എന്തോ പെയിൻ എന്ന് പറയും. അപ്പോൾ ഈ വ്യത്യാസമേ വരത്തുള്ളൂ. അതുപോലെ ഈ ആത്മവിചാരം എന്തെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഇതെന്താണെന്ന് നമുക്കറിയാം. നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ആത്മവിചാരം. ഇവിടെ പിന്നെ നമ്മൾ വേറെന്താ പറയുന്നത്? പരദൂഷണം പറയുകയാണോ? അല്ലല്ലോ. നമ്മൾ രാവിലെ 6 മുതൽ 8 മണി വരെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ആത്മവിചാരം, നമ്മളിത് കഴിഞ്ഞാലും ഞാനിവിടെ വന്ന് ഇത് പറയാതിരിക്കുമ്പോഴും നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആത്മവിചാരം തന്നെ. ഗുരുസേവയും ആത്മവിചാരവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് പ്രത്യേകിച്ചൊരു സാധനമല്ല. ആ കാര്യത്തെ ഞാനിപ്പോൾ ഈ ബ്രഹ്മസൂത്രം എന്ന് പറയുന്ന ഒരു ഉപാധിയിലൂടെ പറയുന്നു എന്നേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇവിടെ പുതുതായ കാര്യങ്ങളല്ല. അതുകൊണ്ട് വേദാന്തത്തിന്റെ ഒരു വിചാര രീതി അനുസരിച്ച് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ, ഒരു പുതിയ രീതിയിൽ അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. അല്ലാതെ ഈ ആത്മവിചാരം എന്ന് പറയുന്നത് നമുക്കറിയാൻ വയ്യാത്ത കാര്യമല്ല. ആത്മാവെന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ അത് ആത്മവിചാരം തന്നെ. അതിന് ശാസ്ത്രീയമായ ചില രീതികൾ ഇങ്ങനെയെല്ലാം ഉണ്ടെന്ന് നമുക്ക് ഈ ശാസ്ത്രത്തിന്റെ മാധ്യമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു ഭജന പാടുന്നു, അമ്മയെ സ്തുതിക്കുന്നു, അമ്മയെ ധ്യാനിക്കുന്നു, ഇതെല്ലാം ആത്മവിചാരമാണ്. ഇതൊക്കെ തന്നെയാണ് ആത്മവിചാരം. പിന്നെ ഇത് ബ്രഹ്മസൂത്രത്തിലൂടെ ഒരു പക്ഷേ നമ്മളത് ചെയ്തില്ലായിരിക്കും, അല്ലെങ്കിൽ ഞാനിവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ ഒരു ക്ലാസ് എടുത്തില്ലായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. അത് ബാക്കി നടന്നുകൊണ്ടിരിക്കുന്ന ഇത് തന്നെയാണ് ആത്മവിചാരം. ആത്മാവിനെ സംബന്ധിക്കുന്ന ഏത് കാര്യങ്ങളും ഇതെല്ലാം ആത്മവിചാരം തന്നെയാണ്. അപ്പോൾ ഇതിനെ ഇനിയും വിശദമാക്കണമെന്ന് വെച്ചു കഴിഞ്ഞാൽ പല്ലുവേദനയെ ഈ വിശദമാക്കി തരേണ്ടതുപോലെ ഇതിനെ വിശദമാക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും പറ്റുമോ? പല്ലുവേദന ഇന്നതാണെന്ന് പല്ലുവേദനിക്കുന്നവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ? അതൊരിക്കലും മനസ്സിലാക്കാൻ പറ്റത്തില്ല. അത് നമ്മുടെ അനുഭവമാണ്. ആത്മവിചാരം എന്ന് പറയുന്നത് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്, നടത്തും. അപ്പോൾ ഇതിലൂടെ എങ്ങനെ ആത്മജ്ഞാനത്തിൽ എത്തിച്ചേരും എന്നുള്ളതാണ്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം ആർക്കും യാതൊരു ഉത്കണ്ഠയും വേണ്ട. കാരണം ശരിയായ പല്ലുവേദന വരുമ്പോൾ അത് നമുക്ക് ആരുടെടുത്തും ചെന്ന് ചോദിക്കേണ്ട കാര്യമില്ല, ഇത് വേദനയാണോ എന്നുള്ളത്. ആത്മജ്ഞാനം ഉണ്ടാകുന്ന സമയത്ത് ആരുടെടുത്തും പോയി ചോദിക്കേണ്ട ആവശ്യം വരത്തില്ല, ഈ സാധനം ആത്മജ്ഞാനമാണോ അതേ മറ്റെന്തെങ്കിലും ജ്ഞാനമാണോ. അങ്ങനെ ഒരു സംശയം ഇതുവരെ ഒരു ആത്മജ്ഞാനിക്കും ഉണ്ടായിട്ടില്ല. ഇനി നമ്മൾക്ക് ആത്മജ്ഞാനം ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാകത്തുമില്ല. അതിന് വേണമെങ്കിൽ ഞാൻ ഗ്യാരണ്ടി തരാം.
ആത്മജ്ഞാനം ഉണ്ടാകുമെന്നുള്ളതിന് ഗ്യാരണ്ടി ഇല്ല. ആത്മജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആത്മജ്ഞാനമാണോ എന്നുള്ളൊരു സംശയം ഉണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ ഗ്യാരണ്ടിയാണ്. അതുകൊണ്ട് എങ്ങനെ ആത്മജ്ഞാനം ഉണ്ടാകും അതിനെക്കുറിച്ച് യാതൊരു വേവലാതിയും വേണ്ട. ആത്മവിചാരം ചെയ്തുകൊണ്ടിരുന്നാൽ മതി. നമ്മുടെ യോഗ്യതയ്ക്കനുസരിച്ച് അവിടെ തന്നെ ചെന്ന് എത്തും എന്നാണ്. അങ്ങനെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആചാര്യന്മാരും ശാസ്ത്രവും എല്ലാം അസംബന്ധമാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും അത് അവിടെ എത്തിച്ചേരും. അങ്ങനെ എങ്ങനെ എത്തിച്ചേരും? അപ്പോൾ എത്തിച്ചേരുമ്പോൾ എനിക്കത് അറിയാൻ പറ്റുമോ? അങ്ങനെയൊന്നും സംശയിക്കേണ്ട കാര്യമില്ല. ഇതിന്റെ ഫലം അതാണ്. ബ്രഹ്മസൂത്രം തന്നെ എന്താണ്? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, സമന്വയം, അവിരോധം, സാധന, ഫലം, 4 അധ്യായങ്ങളാണ്. അവസാനം ഇത് അവസാനിപ്പിക്കുന്നത് ഫലാധ്യായത്തിലാണ്. അതായത് ആത്മജ്ഞാനം മാത്രമല്ല, ആത്മജ്ഞാനത്തിന്റെ ഫലമായ മുക്തിയും, ആത്മജ്ഞാന ഫലമാണ് മുക്തി, ആ മുക്തിയും ഉണ്ടാകും എന്നാണ് പറയുന്നത്. ബ്രഹ്മസൂത്രത്തിന്റെ പണ്ട് പ്രസിദ്ധനായ ഒരു ഒരു ശിഷ്യനോട് പറഞ്ഞ്, നീ ആശ്രമത്തിൽ വന്നു 12 വർഷം കൃത്യമായിട്ട് എന്റെ കൂടെ നിന്ന് ഈ വേദാന്തമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ 12 വർഷം കഴിയുമ്പോൾ ആത്മജ്ഞാനം ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഈ ശിഷ്യൻ ഇത് വിശ്വസിച്ച് 12 വർഷം കൃത്യമായി നിന്ന് പഠിച്ച് 12 വർഷം കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ആത്മജ്ഞാനം ഉണ്ടായില്ല. ശിഷ്യൻ മുൻകോപിയായിരുന്നു. പിന്നെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് നമുക്ക് ആർക്കും ഇത് ഗ്യാരണ്ടി കൊടുക്കാനൊക്കത്തില്ല. കാരണം ഇത് ആർക്കും ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. ഇതിന് കാലവും ദേശമൊന്നുമില്ല. എങ്ങനെയോ അത് സംഭവിക്കാം. അതിന് ഗുരുകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളൊരു മഹാഗുരുവിന്റെ പാദസേവ ചെയ്ത് ജീവിക്കുന്നവരാണ്. അപ്പോൾ ഗുരുകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ആത്മജ്ഞാനം ഉണ്ടാകാൻ വേണ്ടി. ഗുരുകൃപയുണ്ടെങ്കിൽ ഉണ്ടാകും എന്ന് പറയാം. പിന്നെ ഇതിന് വരുന്ന തടസ്സങ്ങൾ എന്താണ്? ഇതിന് വരുന്ന തടസ്സങ്ങൾ എന്താണ്? പ്രധാനമായി വരുന്നത് വിപരീയമാണ്. ഇതിന് വരുന്ന തടസ്സം എന്ന് പറയുന്നത് പ്രധാനമായി വരുന്ന തടസ്സം എന്ന് പറഞ്ഞാൽ വിപരീയം. അതായത് ഒരു കാര്യത്തെ ശരിയായി ധരിക്കേണ്ട സ്ഥാനത്ത് നമ്മൾ ആ കാര്യങ്ങളെ വിപരീതമായി ധരിക്കുന്നു. ഇതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനമായി വരുന്ന തടസ്സം എന്ന് പറയുന്ന ഇതിന് വിപരീയം. അജ്ഞാനം, വിപരീയം, ഇതൊക്കെയാണ്. സംശയം, ഇതാണ് പ്രധാനമായി വരുന്ന 3 തടസ്സങ്ങളെന്ന് പറയുന്നത്. അജ്ഞാനം, വിപരീയം, സംശയം. അജ്ഞാനം എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ലാതിരിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്മീയ സാധകന്മാരെന്നുള്ള നിലയ്ക്ക് അജ്ഞാനം എന്ന് പറയുന്ന ഒന്നിപ്പോൾ ഇല്ല. കാരണം ഇതിനെക്കുറിച്ചുള്ള സാമാന്യ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞു. അപ്പോൾ അജ്ഞാനികളെന്ന് പറയാൻ പറ്റത്തില്ല. സാമാന്യ വിഷയങ്ങളെക്കുറിച്ച് അറിഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള സങ്കേതങ്ങളിലേക്ക്, ഗുരുസന്നിധിയിലേക്ക് എത്തിച്ചേരുന്നത്, ആത്മീയ സാധനങ്ങൾ അനുഷ്ഠിക്കുന്നത്. അപ്പോൾ ഈ പ്രാഥമികമായ ദോഷം, അജ്ഞാനം മാറി. പക്ഷെ വീണ്ടും വിപരീയം വരാം. വിപരീയം എന്ന് പറയുന്നത് ഒരു വസ്തുവിനെ ശരിയായി ധരിക്കേണ്ടതിനെ വിപരീതമായി ധരിക്കുക. അത് സാധനയിലോ സാധ്യത്തിലോ ഒക്കെ സംഭവിക്കാം. അങ്ങനെയാണിപ്പോൾ തത്വജ്ഞാനത്തെക്കുറിച്ച് പറയുന്നു. തത്വജ്ഞാനത്തെക്കുറിച്ച് പറയുമ്പോൾ ആത്മാവിന്റെ സ്വരൂപത്തെക്കുറിച്ച് പറയുന്നു. നമ്മളതിനെ ആ രീതിയിൽ ഉൾക്കൊള്ളാതെ മറ്റെന്തെങ്കിലുമായിട്ട് ധരിക്കുക. അതാണ് വിപരീതം എന്ന് പറയുന്നത്. വിപരീതമായി കാര്യങ്ങളെല്ലാം ധരിക്കാം. സംശയം അതോടൊപ്പം വരാം. ഈ പറയുന്നതൊക്കെ ശരിയാണോ എന്നാണ്. അങ്ങനെ പലപ്പോഴും മനസ്സിൽ സംശയം വരാം. എന്തായാലും ഈ കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് എന്റെ ജീവിതം വ്യർത്ഥമായി തീരുമോ? ഇത്രയും കാലം ആശ്രമത്തിൽ നിന്ന് സേവനമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവസാനം എന്താവും? അധോഗതിയാണ്. ഇങ്ങനെയുള്ള സംശയങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ വരാം. ഇതാണ് സംശയം എന്ന് പറയുന്നത്. സദ്ഗതിയാണോ അതെ അധോഗതിയാണോ ഇനി കാത്തിരിക്കുന്നത് തോന്നാമല്ലോ. മനസ്സിൽ ചിലപ്പോൾ തോന്നാം സംശയം എന്നാണ്. എല്ലാത്തിനും സംശയം തോന്നാം. ഈ ശാസ്ത്രം ഇതൊക്കെ ശരിയാണോ? ഈ ശാസ്ത്രത്തിൽ പറയുന്ന ഉപദേശങ്ങളൊക്കെ ശരിയാണോ? ഇതെന്താണ് ഇതിങ്ങനെ പരമ്പരയായിട്ട് നമ്മളെ പോലെയുള്ളവരെ തട്ടിച്ചുകൊണ്ടിരിക്കുകയാണോ? അതോ എന്താണ്? മനസ്സിൽ പലതരത്തിലുള്ള സംശയങ്ങളും ഈ കടന്നു വന്നുകൊണ്ടേയിരിക്കുക. തത്വം മനസ്സിൽ ഉറയ്ക്കാതിരിക്കുക. അപ്പോൾ ഇത് സംശയമാണ്. അപ്പോൾ അജ്ഞാനം, വിപരീയം, സംശയം. അജ്ഞാനം എന്ന് പറയുന്ന ദോഷം നീങ്ങിയിരിക്കുകയാണ്. സംശയ വിപരീയങ്ങൾ. തത്വജ്ഞാനം ഉറച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കി ഞാൻ പറയുകയാണ്. തത്വജ്ഞാനം ഉറച്ചിട്ടില്ലാത്തവർക്ക് ഈ രണ്ടും വരാം. ഇതിനെ എന്താണ്? ഇതിന് ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട്, ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട്, പിന്നെ നമ്മുടെ ശ്രവണ മനനാദി സാധനകൾ കൊണ്ട് ഒക്കെ ഇതിനെ പരിഹരിക്കും. ഇത് പരിഹരിച്ചു പോയി കഴിഞ്ഞാൽ അതും അവസാനിക്കും. പിന്നെ
നമ്മുടെ അനുഭവങ്ങൾ, പിന്നെ ചിന്തകൾ, ഇത്തരം കാര്യങ്ങൾ നമുക്ക് എന്താണോ പ്രതികൂലമെന്ന് വരുന്നത് അതിനെയൊക്കെ ഉപേക്ഷിക്കുക. പ്രതികൂലമായ ചിന്തകളെ നമ്മൾ സ്വയം ഉപേക്ഷിക്കുക. ഉപേക്ഷിക്കുന്നതിന് വേണ്ടി ആ സമയം കൂടി നല്ല വിചാരങ്ങൾ ഉള്ളിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ആത്മവിചാരത്തെ കൂടുതൽ നിർത്തുക. അന്ന് കൂടുതൽ തടസ്സം കാണുന്നുണ്ടെങ്കിൽ പറയണം നമ്മുടെ അന്ധകരണത്തിന്റെ ദോഷമാണ് എന്ന് മനസ്സിലാക്കാം. ആത്മവിചാരത്തിൽ ഒരാളുടെ മനസ്സ് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് കാരണം തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ അന്ധകരണത്തിന്റെ ദോഷങ്ങളാണ്, രാഗാദി ദോഷങ്ങൾ. ആ ദോഷങ്ങൾ അയാളുടെ മനസ്സിൽ ധാരാളം വികല്പങ്ങളെ ഉയർത്തിവിടുന്നു. ധാരാളം വികല്പങ്ങൾ അയാളുടെ ഉള്ളിൽ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ മനസ്സ് വ്യക്തത വരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ മനന നിധ്യാസങ്ങൾ സംഭവിക്കുന്നില്ല. മനസ്സിന് വ്യക്തതയും മനസ്സിന് ഏകാഗ്രതയും സംഭവിക്കുന്നില്ല. ഇത് രണ്ട് സംഭവിക്കാതിരിക്കുമ്പോൾ വികല്പങ്ങൾ കൂടും മനസ്സിൽ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇത് തുടർന്ന് ചെയ്തു പോകുന്നതിന് ആത്മവിചാരത്തിന് തടസ്സം വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ അതിനെന്താണ് നിർദ്ദേശിക്കുന്ന മാർഗം? ഒന്ന് ഇത് തന്നെയാണ്, മനസ്സിനെ ശുദ്ധമാക്കാൻ ശ്രമിക്കുക എന്നാണ്. മനസ്സിനെ ശുദ്ധമാക്കാൻ എന്ത് ചെയ്യാം? നമുക്ക് പ്രാർത്ഥിക്കാം, ഗുരുവിനോട് പ്രാർത്ഥിക്കാം, ഈശ്വരനോട് പ്രാർത്ഥിക്കാം മനസ്സിന് ശുദ്ധി നൽകുന്നതിന് വേണ്ടി. അത് ഏറ്റവും നല്ല ഉപായം. അല്ല, സൽപ്രവൃത്തികളിൽ മുഴുകാം. സൽപ്രവൃത്തികളിൽ മുഴുകി മനസ്സിൽ നിസ്സംഗതയും നിഷ്കാമതയും എല്ലാം വളർത്തിക്കൊണ്ടുവരാം. മനസ്സിന് ശുദ്ധി സംഭവിക്കും. മനസ്സിന്റെ ശുദ്ധി സംഭവിച്ചു നമ്മളെങ്ങനെ തിരിച്ചറിയും? മനസ്സിലെ രാഗദ്വേഷങ്ങൾ കുറഞ്ഞു വരുമ്പോൾ മനസ്സിലാകാം മനസ്സ് ശുദ്ധമായിക്കൊണ്ടിരിക്കുന്നു എന്ന്. മനസ്സിൽ ആശയങ്ങൾ വ്യക്തമായി ധരിക്കുമ്പോൾ, മനസ്സ് ഏകാഗ്രമായി ആത്മാവിനെ അനുസന്ധാനം ചെയ്യുമ്പോൾ മനസ്സിലെ രാഗം, ദ്വേഷം, അസൂയ, കോപം തുടങ്ങിയ വികാരങ്ങൾ, അഹന്ത ഇതെല്ലാം മനസ്സിൽ നിന്ന് മാഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകാം മനസ്സ് ശുദ്ധമായിരുന്നു. അല്ലെങ്കിൽ ഈ പറയുന്ന സങ്കല്പ വികല്പങ്ങൾ ഇത് മനസ്സിൽ കുറഞ്ഞു വരുമ്പോൾ മനസ്സിലാകാം മനസ്സ് ശുദ്ധമായി എന്ന് മനസ്സിലാക്കാം. മനസ്സിന്റെ മാലിന്യം, അശുദ്ധി എന്ന് പറയുന്നത് രാഗാദികളാണ്. അത് എപ്പോൾ മനസ്സിൽ കുറയുന്നുവോ അപ്പോൾ മനസ്സ് ശുദ്ധമായി. അതിനു വേണ്ടിയിട്ട് എന്താണ് പറയുന്നത്? അതിനാണ് നിഷ്കാമ കർമ്മം എന്ന് പറയുന്നത്. ആ കർമ്മത്തെ അനുഷ്ഠിക്കുക, പ്രവർത്തിക്കുക എന്നർത്ഥം. അപ്പോൾ ആ പ്രവൃത്തിയിലെങ്കിലും മനസ്സ് ഏകാഗ്രമാകും. ആ പ്രവൃത്തിയിൽ മനസ്സ് ഏകാഗ്രമാകുമ്പോൾ മനസ്സിൽ ദുർവാസനകളെ വളർത്താതിരിക്കാൻ പറ്റും. മനസ്സിൽ ദുർവാസനകൾ വളരാതിരിക്കുമ്പോൾ ക്രമേണ മനസ്സ് ശുദ്ധമായി വരും. അത് കൂടുതൽ അതിന്റെ അക്യുമുലേഷൻ സംഭവിക്കാതിരിക്കും. അപ്പോൾ മനസ്സ് ക്രമേണ ശുദ്ധമായി വരും. അതിനു വേണ്ടിയിട്ട് ബാക്കി എന്തെല്ലാം സാധനകൾ നമുക്ക് ചെയ്യാൻ കഴിയുമോ, ജപമോ ധ്യാനമോ മറ്റെന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യുക. അങ്ങനെ ചെയ്ത് മനസ്സിനെ ശുദ്ധമാക്കുക. അത് ശുദ്ധമാക്കുന്നതിന് സഹായിക്കുന്നു ഈ പറയുന്ന ആത്മവിചാരം. ഈ ആത്മവിചാരം എന്ന് പറയുന്നത് ആത്മജ്ഞാനം എന്ന് പറയുന്ന ഫലത്തെ ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ അത് അന്ധകരണ ശുദ്ധിക്കും കാരണമാണ്. അന്ധകരണ ശുദ്ധി ഉണ്ടാക്കുന്നുണ്ട്. അത് പറയും ആത്മവിചാരത്തിന് രണ്ട് ആണ് മുഖ്യഫലം, അവാന്തരഫലം എന്ന് പറയുന്നത്. ആത്മവിചാരത്തിന്റെ മുഖ്യമായ ഫലം എന്ന് പറയുന്നത് ആത്മജ്ഞാനമാണ്. അതിന്റെ അവാന്തരഫലം, ഗൗണഫലം, അതായത് ആനുഷംഗികമായി വരുന്ന ഫലങ്ങൾ, മുഖ്യമല്ലാത്ത ഫലങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ചിത്തശുദ്ധി, അന്ധകരണ ശുദ്ധിയാണ്. കാരണം ഈ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പൊ തന്നെ നമുക്കറിയാം, നമ്മൾ ഈ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ദുർവിചാരങ്ങൾ വരുന്നില്ല, ദുശ്ചിന്തകൾ വരുന്നില്ല, മനസ്സ് ഊർദ്ധമുഖമായിരിക്കുന്നു. അതായത് മനസ്സ് ആത്മവസ്തുവിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ സമയം നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കുന്നു. അപ്പോൾ എന്താണ്? അത് ആത്മവിചാരത്തിന്റെ അവാന്തര ഫലമാണ്. ഈ സമയം നമ്മുടെ ഉള്ളിൽ ജ്ഞാനമൊന്നും പ്രകടമായില്ലെങ്കിലും മനഃശുദ്ധി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആത്മവിചാരത്തിന്റെ ശ്രവണ മനന നിധ്യാസങ്ങളുടെ അവാന്തര ഫലമായി പറയുന്നു എന്താണ്? അന്ധകരണ ശുദ്ധി. അന്ന് സംഭവിക്കുന്നുണ്ട് എന്നർത്ഥം. അപ്പോൾ ഇതൊക്കെയാണ് ഈ മറ്റ് ചിന്തകളെ ഒഴിവാക്കുന്നതിനും ആത്മവിചാരത്തിൽ എന്നുവെച്ചാൽ സദാസമയവും ആത്മാവിനെ തന്നെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടേയിരിക്കുക. ആത്മാവ് 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 അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കരുത്. ഊളം പറയുങ്ങാനും കൊണ്ട് അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. അധികം താമസമില്ല. അങ്ങനെ വിചാരിക്കുകയല്ല. നമ്മൾ ആത്മതത്വത്തെ ശ്രവണ മനന നിധ്യാസനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവിടെയും പോയി ആത്മാവ് ആത്മാവെന്ന് പറയരുത്. പ്രസ്സിൽ ചെന്ന് നിൽക്കുമ്പോഴും അടുക്കള നിൽക്കുമ്പോഴും കൈ കൊള്ളും, അതിന്റെ ഇടയ്ക്ക് വിരൽ പോവും, അപകടങ്ങളുണ്ടാവും. അവിടെയൊന്നും അതല്ല ആത്മവിചാരം എന്ന് പറയും. പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മുടെ പ്രവൃത്തിയിൽ മനസ്സിനെ കൊടുത്ത് ചെയ്യാം. പക്ഷേ അന്തർലീനമായ ഒരു ധാരണ നമ്മൾ നിന്ന് വിട്ടുപോകാതിരിക്കുന്നു. ഏതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പുരുഷനാണ്, ഞാൻ എവിടെ പോയാലും എൻ്റെ ഉള്ളിൽ
പുരുഷനാണെന്നുള്ള ബോധമുണ്ട്. ഞാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ട് കിടക്കേണ്ട കാര്യമില്ല, ഞാൻ പുരുഷൻ 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 എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കേണ്ട. പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം രോഗം വേറെയാണെന്നാണ്. പക്ഷേ എനിക്കറിയാം, എന്റെ ബോധമുണ്ട്. ആ ബോധം എവിടെ നിൽക്കുന്നു? അത് അന്തർലീനമായ ഒരു ബോധം എന്നാണ്. അതിന് ഞാൻ അറിയാതെ തന്നെ ഞാൻ അനുസന്ധാനം ചെയ്യുന്നു. ഞാൻ മനുഷ്യനാണ്, പുരുഷനാണ്. ഇത്തരം ധാരണകൾ നമ്മുടെ ഉള്ളിൽ എങ്ങനെയാണോ രൂഢമൂലമായിരിക്കുന്നത്, അതുപോലെ ആത്മസ്വരൂപം ആണ് താനെന്നുള്ളത് രൂഢമൂലമായി വരുന്ന ഒരു ഭാവം. അതാണ് വളർത്തിയെടുക്കേണ്ടത്. അല്ല ബാഹ്യമായ ആവർത്തനങ്ങളല്ല. അങ്ങനെ ബാഹ്യമായി ആവർത്തിക്കാൻ സമയം കിട്ടുന്നില്ലെന്നായിരിക്കും ഒരുപക്ഷെ ഈ ചോദ്യം ചോദിക്കുന്ന ആൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഇത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പണിയുണ്ട്. പണിയുന്ന സമയത്തും ആത്മാ അനാത്മനോഹോ വിഷയവിഷയണോഹോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പറയേണ്ട കാര്യമില്ല. അത് പറയുന്നത് അല്ല ആത്മവിചാരം എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന വലിയ അപകടം സംഭവിക്കുകയും ചെയ്യും. അതുകൊണ്ടിവിടെ എന്താണ്, ഇതാണ് ഇവിടുത്തെ ചോദ്യങ്ങൾ പറയുന്നത്. ഇത് സർവധർമാൻ എന്ന് പറയും. ഗീതയിലെ വിഷയമാണ്. അവിടെ ധർമ്മശബ്ദം വരുന്നുണ്ട് എന്നാണ്. സർവധർമ്മങ്ങളെയും പരിത്യജ്യ എന്നാണ്. ധർമ്മം എന്ന് പറയുന്നതിന് അവിടെ ഇപ്പൊ എന്നോടൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഈ മറുപടി പറയുമ്പോൾ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പൊ ചോദ്യം ചോദിക്കുമ്പോൾ ഇത് ആരുടെ അഭിപ്രായമാണ് മറുപടിയായി പറയേണ്ടതെന്നുകൂടെ സൂചിപ്പിക്കണം. കാരണം എനിക്ക് കാര്യത്തിനൊന്നും സ്വന്തമായ അഭിപ്രായമുള്ള ആളല്ല. സ്വന്തമായ സമ്പ്രദായങ്ങളോ സ്വന്തമായ അഭിപ്രായങ്ങളോ ഒന്നും എനിക്കില്ല. ഞാൻ ആരുടെയെങ്കിലും അഭിപ്രായം പറയുന്ന ഒരാളാണ്. അപ്പോ ശിവാമൃത ചൈതന്യ സ്വാമിനെ എന്നോട് ചോദിച്ചത് ഇവിടുത്തെ ഈ ക്ലാസ്സുകളൊക്കെ എങ്ങനെയാണ്. അപ്പോൾ എനിക്ക് സ്വന്തമായ സമ്പ്രദായങ്ങളൊന്നുമില്ല. ഇവിടുത്തെ സമ്പ്രദായം എന്തോ അത്, ഏത് സമ്പ്രദായത്തിൽ ചെന്നാൽ അതിനോട് ഞാനങ്ങ് ചേരും. അപ്പോൾ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അതുപോലെയാണ് ഈ കാര്യത്തിലും. ഇപ്പം ധർമ്മം ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഇത് ആരുടെ അഭിപ്രായം അറിയേണ്ടത്? നമ്മൾ ഈ ഇപ്പം ചർച്ച ചെയ്തു വരുന്ന അദ്വൈത ആചാര്യന്റെ അഭിപ്രായമാണോ അതോ ഇനി വേറെ ആരുടെയെങ്കിലും അഭിപ്രായമാണോ? എന്റെ സ്വന്തം അഭിപ്രായം വല്ലതും ഉണ്ടെങ്കിൽ അതാണ്. അപ്പോൾ ഇദ്ദേഹം ഉദ്ദേശിക്കുന്ന എന്തായാലും ധർമ്മം എന്നുള്ളതിന് നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് വരുന്നതനുസരിച്ച് ആചാര്യസ്വാമിയുടെ അഭിപ്രായം ആയിരിക്കും. അതാണോ ഉദ്ദേശിക്കുന്നത്? അല്ല എന്റെ അഭിപ്രായം പറഞ്ഞിട്ട് വലിയ അത് കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ സർവധർമാൻ പരിത്യജ്യ, സർവധർമ്മം എന്നുള്ളതിന് ആചാര്യസ്വാമികൾ ഇത് ഗീതയുടെ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്ന് പറയുന്ന അവിടുത്തെ സർവധർമ്മം എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ പുസ്തകം എടുത്ത് വായിച്ചു നോക്കാനുള്ള മടികൊണ്ടാണ് ഇതൊക്കെ എന്നോട് ചോദിക്കുന്നത്. ഇതൊക്കെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളല്ല. ഇത് സ്വയം വായിച്ചു നോക്കാൻ വയ്യ. എന്നാൽ ഒരാൾ ഇത് വായിക്കാനായിട്ട് ഇരിപ്പുണ്ടല്ലോ, അയാളുടെ അടുത്ത് ചോദിച്ച് നമ്മൾ സംശയം തീർക്കാവുന്നതാണ്. അപ്പോൾ ആചാര്യസ്വാമികൾ പറയുന്നത് സർവധർമ്മം എന്ന് പറഞ്ഞാൽ സർവകർമ്മങ്ങളും, അത് തന്നെ സർവകർമ്മങ്ങളും പരിത്യജിക്കുക എന്നാണ്. സർവകർമ്മങ്ങളെയും പരിത്യജിക്കുക എന്നുള്ളതാണ്, സർവത്തെയും പരിത്യജിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് വീണ്ടും പറയും, അങ്ങനെ സർവത്തെയും പരിശ്രമിക്കണമെങ്കിൽ ആശ്രമ സേവനം പരിത്യജിക്കണമെന്ന് ചോദിക്കും. പറഞ്ഞല്ലോ, ത്യാഗം എന്ന് പറയുമ്പോൾ വിഹിതാനാം കർമ്മണാം വിധിന പരിത്യാഗ എന്നാണ്. വിധിച്ചിട്ടുള്ള കർമ്മങ്ങളെ വിധിപ്രകാരം പരിത്യജിക്കുക, അതാണ് സർവകർമ്മത്യാഗം. ഇതെപ്പോഴും ഓർക്കണം എന്നാണ്. കർമ്മത്തെ ത്യജിക്കാൻ നമുക്ക് സാധ്യമല്ല. ഉദ്യോഗം രാജിവെച്ചിട്ട് ആശ്രമത്തിൽ വന്നു കഴിഞ്ഞെന്ന് പറഞ്ഞ് സന്യാസമാകത്തില്ല. ആശ്രമത്തിൽ വന്നാൽ അവിടെയും പണിയുണ്ട്. വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം പറയാം എന്റെ പണി ചെയ്തോന്ന് പറയും. അപ്പോൾ അത് സന്യാസമാകും. അതാകുന്നില്ല. നമ്മളെന്ത് ചെയ്തു? ഒരു കർമ്മം മാറ്റി വേറൊരു കർമ്മത്തെ എടുത്തു എന്നേ ഉള്ളൂ. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? കാരണം കർമ്മത്യാഗം എന്ന് പറയുന്നത് ആന്തരികമായി സംഭവിക്കേണ്ട ഒന്നാണ്. ഒരു കർമ്മത്തെ മാറ്റി വേറൊരു കർമ്മത്തെ എടുക്കുമ്പോൾ അത് കർമ്മത്യാഗമാകത്തില്ല. പിന്നെ മറ്റു കർമ്മം ഏതെങ്കിലും തരത്തിൽ നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ ഒരു കർമ്മത്തെ വിട്ട് വേറെ കർമ്മത്തെ എടുക്കുന്നു. അങ്ങനെ ഒരു കർമ്മം നമുക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ പറയുന്ന ഇനി ഉദ്യോഗം വേണ്ട, ആശ്രമത്തിൽ പോയി അവിടെ നിന്ന് ചാപ്പാടൊക്കെ അടിച്ച് സുഖമായിട്ടിരിക്കാം എന്ന് വിചാരിച്ചാണ് വരുന്നത്. വന്നു കഴിയുമ്പോഴാണ് അബദ്ധം മനസ്സിലാകുന്നത്. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ കർമ്മം വേറൊരു കർമ്മം അവിടെ സ്വീകരിക്കേണ്ടി വരുന്നു. എന്തുകൊണ്ട്? കർമ്മത്യാഗം സ്വാഭാവികമായി സംഭവിക്കേണ്ടതാണ്. അതിന് ഏതോ മഹാത്മാ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഒരു തെങ്ങ് ഇങ്ങനെ വളർന്ന് പോകുമ്പോൾ അതിന്റെ മടലുകളെല്ലാം കുഴിഞ്ഞു വീഴും, ഓല. അതെങ്ങനെയാണ്?
അത് അത് ആ ഓല പഴുത്ത് ഉണങ്ങി താഴെ വീഴണം. അതുപോലെ കർമ്മം നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകണം, സഹജമായിട്ടുള്ള കർമ്മങ്ങൾ. അല്ലാതെ നമ്മൾ കർമ്മത്തെ ത്യജിക്കാൻ പോയി കഴിഞ്ഞാൽ അത് ഉദ്യോഗം രാജിവെപ്പേ ആകത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും അതിന് കർമ്മത്യാഗം എന്ന് പറയാൻ പറ്റത്തില്ല. വേറൊരു ഉദ്യോഗം സ്വീകരിക്കാൻ വേണ്ടി ഒരു ഉദ്യോഗം രാജിവെക്കുന്നു. അത് സ്വന്തം അനുഭവത്തെ നോക്കുക. ഞാനിന്നാണ് പറഞ്ഞു തരുന്നത്, എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ വീട്ടിൽ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നു, ആശ്രമത്തിൽ നിന്ന് വേറൊരു പ്രവൃത്തി ചെയ്യുന്നു, ഇവിടെ എവിടെയെങ്കിലും കർമ്മം ത്യജിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു, അതാണ് പ്രത്യേകത. ആശ്രമത്തിൽ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് സൽക്കർമ്മങ്ങൾ. അപ്പോൾ സൽക്കർമ്മം ത്യജിക്കണമെന്നാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ കാര്യമായിരിക്കും സംഭവിക്കുന്നത്. സൽക്കർമ്മം ത്യജിച്ചു കഴിഞ്ഞാൽ അവന് പിന്നെ ചെയ്യാൻ ദുഷ്കർമ്മമേ ഉള്ളൂ, അത് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് സർവകർമ്മത്യാഗം എന്ന് പറയുന്നത് ഇതിന്റെ ഏറ്റവും അവസാനം സംഭവിക്കുന്ന കാര്യമാണ്. അതായത് ഇപ്പൊ നമ്മൾ സർവകർമ്മത്യാഗത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. ആശ്രമത്തിൽ വന്ന് സ്വാമിയായി നമുക്ക് നമ്മുടെ മനസ്സിലിരിക്കുന്ന ഒരു ദുർവിചാരത്തെ ത്യജിക്കുന്നതിന് പോലും ശക്തിയില്ലാത്ത നമ്മളാണ് സർവകർമ്മത്യാഗത്തെക്കുറിച്ച്, സർവ്വവിചാരങ്ങളെയും സർവകർമ്മപ്രചോദനങ്ങളെയും ത്യജിക്കേണ്ടി വരുന്ന സർവകർമ്മത്യാഗത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് നടപ്പുള്ള കാര്യം വല്ലതുമാണ്, നടക്കാത്ത കാര്യമാണ് ഇപ്പോൾ തൽക്കാലം. എന്തുകൊണ്ട്? നമ്മളിൽ വരുന്ന ഒരു ചെറിയ ദുർവിചാരത്തെ പോലും നമുക്ക് തത്സമയം തിരിച്ചറിഞ്ഞ് ഇത് ത്യജിക്കേണ്ടതാണെന്ന് പറഞ്ഞ് ഒരു നിസാര കാര്യത്തെ, നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു വിവരക്കേടിനെ ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ ഒരു അവിവേകത്തെ പോലും ത്യജിക്കുന്നതിന് കഴിവില്ലാത്തവരാണ് നമ്മൾ. പിന്നെ ഈ മഹത്തായ സർവധർമാൻ പരിത്യജ്യ ഇതൊക്കെ എവിടെയാണ് സംഭവിക്കുന്നത്? അതൊന്നും തൽക്കാലം നടപ്പുള്ള കാര്യമില്ല. തൽക്കാലം ചെയ്യാവുന്ന കാര്യം നോക്കുക. അത് കർമ്മത്യാഗമല്ല, കർമാനുഷ്ഠാനമാണ്. നമ്മളെ സംബന്ധിച്ച് അല്ല, ആരെങ്കിലും അങ്ങനെ തേച്ചിട്ടുള്ളവരിവിടെ ഉണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. എന്റെ സ്വന്തം അഭിപ്രായം പറഞ്ഞാണ് ഇത്, അല്ലെങ്കിൽ എന്റെ സ്വന്തം അനുഭവം പറഞ്ഞാണ്. അപ്പോ സർവകർമ്മ പരിത്യാഗം, ഈ ഗീതയിൽ പറയുന്ന സർവധർമ്മ പരിത്യാഗം എന്ന് പറയുന്നത് ആത്യന്തികമായി സംഭവിക്കുന്നതാണ്. എന്നാ ചോദിക്കുക, എന്നാ പിന്നെ അർജുനനോട് എന്താ അത് പറഞ്ഞത്? സർവധർമാൻ പരിത്യജ്യ എന്ന് പറയുന്നത് അതൊരാശയം അർജുനന്റെ മുമ്പിൽ വയ്ക്കുകയാണ്, ഒരു ലക്ഷ്യബോധത്തെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഒരു ഗുരു നമുക്കൊരു ലക്ഷ്യബോധത്തെ ഉണ്ടാക്കി തരുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? നീ ഈ നിമിഷം ആ ലക്ഷ്യത്തിൽ എത്തിയെന്നല്ല അതിന്റെ അർത്ഥം. ആ ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നീ പരിശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഉള്ളിലിരിക്കുന്ന കുറേയെങ്കിലും ദുർവാസനകളെ, ദുർവിചാരങ്ങളെ നമുക്ക് പരിത്യജിക്കാൻ കഴിയുമെങ്കിൽ, അങ്ങനെ കഴിയുന്നയാള് പിന്നെ അടുത്ത് ചിന്തിച്ചു നോക്കുക സർവധർമ്മ പരിത്യാഗത്തെക്കുറിച്ച്. നമ്മൾ പറയുമല്ലോ, വേദത്തിൽ പറയും ആദ്യം എന്താണ്? നിഷിദ്ധ കർമ്മങ്ങളെ പരിത്യജിക്കുക, പിന്നെ കാമ്യകർമ്മങ്ങളെ പരിത്യജിക്കുക, പിന്നെ നിത്യനൈമിത്തികങ്ങളെ പരിത്യജിക്കുക. വേദത്തിൽ തന്നെ അങ്ങനെ ഒരു ക്രമം പറയുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലോ, നമുക്കങ്ങനെ സർവധർമ്മ പരിത്യാഗം വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് ചെയ്യുക, നമ്മളുടെ ദുഷ്കർമ്മങ്ങളെ പരിത്യജിക്കുക. നമ്മളിൽ ദുഷ്കർമ്മം എന്ന് പറയുമ്പോൾ അത് ആന്തരികമായി പരിത്യാഗം വരണം. നമ്മളിരിക്കുന്ന ദുർവിചാരങ്ങളെ പരിത്യജിക്കുക, അത് പരിത്യജിക്കുക. അതിൽ നമ്മൾ വിജയിക്കുമെങ്കിൽ ശരി, പിന്നീട് അങ്ങോട്ട് സൽക്കർമ്മങ്ങളെ പരിത്യജിക്കുക, പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാം. ഇതെല്ലാം കഴിഞ്ഞിട്ടല്ലേ പിന്നെ ഈ ആത്മജ്ഞാനം എന്ന് പറയുന്നത്. അല്ല, അതിനെല്ലാം യോഗ്യതയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഈ നിമിഷം പരിത്യജിക്കാൻ കഴിയും. പിന്നെ ചോദ്യത്തിന്റെ പ്രസക്തിയില്ല. സർവധർമ്മത്തെയും പരിത്യജിക്കാൻ ഗുരു ഉപദേശിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം അയാൾക്ക് സർവധർമ്മ പരിത്യാഗം ചെയ്യാൻ കഴിവുള്ള പുണ്യ അതിരേക ശ്രദ്ധിച്ച അപൂർവ ജീവന്മാർ ഈ ഭൂമണ്ഡലത്തിലുണ്ടാവും. അങ്ങനെയുള്ളവർ ഉത്തമന്മാരായ ഗുരുക്കന്മാരുടെ അടുത്ത് ചെന്നു കഴിഞ്ഞാൽ അവർക്കത് സഹജമായി സംഭവിച്ചെന്നിരിക്കാം, അതിനെ നിഷേധിക്കുന്നില്ല. ഒരു സാമാന്യമായ തത്വം പറയുകയാണ് സർവധർമ്മ പരിത്യാഗം എന്ന് പറയുന്നത് അതാണ്. അപ്പൊ അവിടെ ആചാര്യസ്വാമികൾ പറയുന്നത്, അല്ലെങ്കിൽ ഭഗവാൻ ഉപദേശിച്ചിരിക്കുന്നത് സർവധർമ്മത്തിന്റെയും പരിത്യാഗം തന്നെയാണ് എന്താണ്. അത് സാധ്യമാകുമെങ്കിൽ ഒരു ആശയപരമായി നമുക്കതിനെ എത്രമാത്രം ഉൾക്കൊള്ളാമോ അത്രമാത്രം ഉൾക്കൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളത് പ്രായോഗികമായിട്ട് കഴിയത്തുള്ളൂ. അവിടെ ധർമ്മം എന്ന് പറഞ്ഞാൽ കർമ്മം എന്നാണ് അർത്ഥം. ഇത് ചോദിച്ചിരിക്കുന്നത് ആത്മാവിന്റെ ധർമ്മം അനാത്മാവിൽ അധ്യസിക്കുന്നു, അനാത്മധർമ്മങ്ങൾ ആത്മാവിൽ അധ്യസിക്കുന്നു എന്ന് പറഞ്ഞു. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നാണ്. ഞാനൊരു ചെറിയ ഉദാഹരണത്തിലൂടെ പറഞ്ഞു. ഇനി നമ്മൾ അടുത്ത് ചർച്ച ചെയ്യുന്ന സിദ്ധാന്ത പക്ഷത്തിൽ ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്, എങ്ങനെ ഇത് സംഭവിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് അടുത്ത ഈ ചർച്ചയിൽ തന്നെ നമുക്കത് മനസ്സിലാവും, എങ്ങനെ അനാത്മധർമ്മങ്ങൾ ആത്മാവിലേക്ക് വരുന്നു. ഉദാഹരണ സഹിതമായി ആ കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം.
അടുത്ത് വരുന്നത്. ഈ പൂർവപക്ഷം കഴിഞ്ഞാൽ വരുന്ന സിദ്ധാന്തം അതാണ്. എങ്ങനെ ഈ പരസ്പര അധ്യാസം സംഭവിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ആത്മാവ് നിർലിപ്തമാണ്, നിരഞ്ജനമാണ്. ശരിയാണ്. അങ്ങനെയുള്ള ആത്മാവിൽ അനാത്മധർമ്മങ്ങളുടെ അധ്യാസവും സംഭവിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ആത്മാവിന് അനാത്മാവിൽ അധ്യാസവും സംഭവിക്കാൻ പാടില്ല എന്നാണ്. അത് ശരി തന്നെയാണ്. അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്നുള്ളത് കാരണം നിർഗുണവും ഇതെല്ലാവരും ചോദിക്കുന്നവർ എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്ന ഒരു സംശയമാണ്. നിർഗുണവും നിരാകാരവുമായിരിക്കുന്ന ആത്മാവിൽ എങ്ങനെ അധ്യാസം സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ചോദ്യം സാധാരണ പഴയ കാലം മുതൽ ചോദിച്ചു വരുന്ന ഒരു ചോദ്യമാണ്. എങ്ങനെ ഈ ഭ്രമം സംഭവിക്കുന്നു, എങ്ങനെ ഈ സൃഷ്ടി സംഭവിക്കുന്നു? ഈ പറയുന്ന ആത്മവസ്തു അല്ലെങ്കിൽ ഈശ്വരൻ ശുദ്ധനും മുക്തനുമാണെങ്കിൽ എങ്ങനെ ഈ മാലിന്യങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു? ഇത് എങ്ങനെ ഈ പുണ്യപാപങ്ങൾ വരുന്നു? എങ്ങനെ ഈ സൃഷ്ടി വരുന്നു? സൃഷ്ടിസ്ഥിതികളെല്ലാം എങ്ങനെ സംഭവിക്കുന്നു? ഞാൻ തന്നെ ആനന്ദ സ്വരൂപനാണ്, ശുദ്ധനാണെങ്കിൽ എന്നിൽ എങ്ങനെ ഈ ദുർവിചാരങ്ങൾ എങ്ങനെ വരുന്നു? എന്നിൽ എങ്ങനെ ഈ ദുഃഖം മറ്റും വരുന്നു? എങ്ങനെ ഈ രാഗാദി ദോഷങ്ങൾ എങ്ങനെ വരുന്നു എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്. ഇതിനുള്ള മറുപടിയാണ് തത്വചിന്ത എന്ന് പറയുന്നത്. തത്വചിന്തയുടെ മൊത്തം സാരം ഇതാണ്. ഇതെങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. അതിന് ഒറ്റ വാക്കിൽ പറയുന്ന മറുപടി ഇതാണ്. എന്താണ് ഇവിടെ പറയുന്നത്? ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ല എന്നാണ്. ഇതാണ് അദ്വൈതി പറയുന്ന മറുപടി. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ്. യാതൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാകുന്നില്ല. അതും മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഉത്തരം ഇതാണ്. പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, ഭ്രമം എങ്ങനെ ഉണ്ടായി, അധ്യാസം എങ്ങനെ ഉണ്ടാകുന്നു, ആത്മാവ് ശുദ്ധവും നിത്യവും മുക്തവുമല്ലേ എന്ന് ചോദിച്ചാൽ അദ്വൈതി സിദ്ധാന്തമനുസരിച്ച് പറയുന്ന മറുപടി അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ല എന്നാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആശയക്കുഴപ്പങ്ങൾ വരുന്നു. വീണ്ടും ആദ്യം മൂലേ തുടങ്ങേണ്ടി വരുന്നു. അപ്പോൾ വീണ്ടും ശ്രവണം, മനനം, നിധ്യാസനം. അവിടെ വിപരീയം വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ല, വിപരീയം, സംശയം, ദോഷങ്ങൾ വരുന്നു. അപ്പോൾ ഈ വിപരീയ ഈ സംശയ ദോഷങ്ങളെയൊക്കെ പരിഹരിച്ച് ശ്രവണ, മനന, നിധ്യാസനങ്ങളിലൂടെ ഇതിനെ ഉറപ്പിക്കുക. ഇത് അവസാനം സംഭവിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള അനുഭവത്തിൽ അവസാനം എത്തിച്ചേരണം. ഇപ്പോഴേ എത്തിച്ചേരണം. ഈ നിമിഷം ഇവിടെ ഇരുന്നുകൊണ്ടെന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല. അതിന് കുറച്ച് സമയം കൊടുക്കുക എന്നേ പറയാം. ഇതെങ്ങനെ സംഭവിക്കും അത് മനസ്സിലാക്കുന്നതിന് നമ്മൾ കുറച്ച് സമയം കൊടുക്കുക. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആത്മീയ ജീവിതം നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആത്മീയ ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് കണ്ടുപിടിക്കുകയാണ്. അതിപ്പോൾ ബ്രഹ്മസൂത്രം പഠിച്ചതുകൊണ്ടോ ഒരു പ്രഭാഷണം കേട്ടതുകൊണ്ടോ ഒന്നും സംഭവിക്കണമെന്നില്ല. ഇതാണ് ഇതിന്റെ ഉത്തരം. സ്വാനുഭവത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള ഇതിനെ സ്വന്തം അനുഭവത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നതാണ്. ആ ലക്ഷ്യത്തെ ഈ നിമിഷം സാധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പിടിവാശി മാത്രമാണ്. അങ്ങനെ സാധിക്കുമെങ്കിൽ പറയുന്നു, വാസിഷ്ഠം പോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നുണ്ട്, ചില പുണ്യാത്മാക്കൾക്ക് അത് സാധിക്കും. ഈ നിമിഷം തന്നെ ഈ എല്ലാ സംശയങ്ങളും മാറും. ഇതിപ്പോ ഒരു സംശയമാണല്ലോ. ഇതെങ്ങനെ ഭ്രമം സംശയിക്കുന്നു? സംശയം മാറുന്നു എന്ന് പറഞ്ഞാൽ ഭ്രമമേ ഇല്ല, അവിടെ അധ്യാസമേ ഇല്ല. അപ്പോൾ സംശയം മാറുന്നു. അങ്ങനെ ഒരു അവസ്ഥ ഒരു നിമിഷം കൊണ്ടൊരാൾക്ക് വന്നു ചേരാമെങ്കിൽ അയാൾ പരമഭാഗ്യവാൻ. അയാളെ നമ്മൾ പോയിട്ട് പൂജിക്കണം. അങ്ങനെ ഒരാൾക്ക് വരുന്നില്ലെങ്കിൽ അങ്ങനെയുള്ളവരാണ് മഹാഗുരുക്കന്മാർ. അത്തരം സംശയങ്ങൾ തീർന്നവർ. അവരുടെ വാക്യങ്ങളാണ് നമ്മൾ ശ്രവിക്കുന്നത്, അവരുടെ പാദസേവയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് നമുക്കത് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി സമയമെടുക്കും. കുറച്ചുകൂടി സമയമെടുക്കുമ്പോൾ മനസ്സിലാക്കും. അത് സാധനയിലൂടെ ഈ പറയുന്ന ശ്രവണ, മനന, നിധ്യാസനങ്ങൾ ഇതൊക്കെ തന്നെ സാധന. അല്ലെങ്കിൽ ഭജനയോ ജപമോ ധ്യാനമോ സേവനമോ ഈ സാധനങ്ങളിലൂടെയെല്ലാം ഇതിന്റെ എല്ലാം ഫലമായി അവസാനം നമുക്ക് പിടികിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല.
ഇപ്പോ പരോക്ഷമായി മനസ്സിലാക്കുക എന്നുവെച്ചാൽ വാക്കിലൂടെ മനസ്സിലാക്കുക. എന്താണ് ഇതിന്റെ ഉത്തരവ്? ഇതാണ്. എങ്ങനെ ഭ്രമം ഉണ്ടായി? അങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ടേ ഇല്ല. അതാണ്. എങ്ങനെ പ്രപഞ്ചം ഉണ്ടായി? അങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ടേ ഇല്ല. എന്നിലെങ്ങനെ ആനന്ദസ്വരൂപനായിരിക്കുന്ന എന്നിലെങ്ങനെ ഈ വിഭ്രാന്തികളെല്ലാം ഉണ്ടായി? അങ്ങനെ ഒന്നും ഉണ്ടായിട്ടേ ഇല്ല. ഇതാണ് എന്റെ സമാധാനം. അതെ, അതേ സമാനമായൊരു ചോദ്യമാണ് അടുത്തും ചോദിക്കുന്നത്. ആത്മാവിന്റെ ധർമ്മം, അനാത്മാവിന്റെ ധർമ്മം ആത്മാവിൽ പ്രതിബിംബിക്കുന്നു, ആത്മധർമ്മം അനാത്മാവിൽ പ്രതിബിംബിക്കുന്നു. ഈ പറയുന്നതെല്ലാം ശരിയാണോ? ശരിയല്ല. ചോദ്യകർത്താവിന്റെ സംശയമാണ് ശരി. ഒരിക്കലും ഇവിടെ അങ്ങനെ പ്രതിബിംബങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊന്നും സംഭവിക്കുന്നില്ല എന്നർത്ഥം. അതായത് ആദ്യം തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞു എന്താണ്, എത്ര വേദ അവേദ, വേദം എവിടെയാണോ അവേദമായി തീരുന്നത്. അതായത് ഇതൊന്നും വാസ്തവത്തിൽ സംഭവിക്കുന്നേ ഇല്ല. ആത്മാവിന്റെ പ്രതിബിംബം അനാത്മാവിന് സംഭവിക്കുന്നില്ല. അനാത്മാവ്, ഈ പറയുന്ന ആത്മാവും അനാത്മാവും എന്ന് പറയുന്ന രണ്ട് വസ്തു ഉണ്ടോ അദ്വൈതിക്ക്? അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ആത്മാവെന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. പിന്നെ എവിടെ ആരുടെ പ്രതിബിംബം മതിയാനോ? പിന്നെ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നതോ അതൊക്കെ ഇല്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ബ്രഹ്മസൂത്രത്തിൽ എഴുതിയിരിക്കുന്നതോ ഇതും അബദ്ധമാണ്. എന്നാൽ ഇപ്പോഴല്ല, നേരത്തെ പറഞ്ഞ ശ്രുതി പറയുന്ന ഒരു അവസ്ഥയിൽ ചെല്ലുമ്പോൾ ഇതൊക്കെ അബദ്ധമാണ് ആത്യന്തികമായിട്ട്. ഇതെല്ലാം അബദ്ധം തന്നെയാണ്. പക്ഷെ ഈ അബദ്ധത്തിലൂടെ മാത്രമേ നമുക്ക് സുബദ്ധത്തിൽ എത്തിച്ചേരാൻ പറ്റൂ. തൽക്കാലം ഇതിനെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ പ്രതിബിംബം ഒരിടത്തും പതിയുന്നില്ല, ആത്മാവിന് ഒന്നിന്റെയും പ്രതിബിംബം പതിയുന്നില്ല. ഇവിടെ രണ്ട് വസ്തുവില്ല, ഒന്നേ ഉള്ളൂ. എന്നാലും ആ ഏകത്വത്തെ, ആ തത്വത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ തൽക്കാലം ഇങ്ങനെ ചില രീതികൾ അവലംബിച്ചിരിക്കുകയാണ്. നമ്മുടെ സംശയം ശരി തന്നെയാണ്. പക്ഷെ തൽക്കാലം ഇതല്ലാതെ വേറെ ഒരു ഉപായമില്ല. ഈ ഒരു വഴിയിലൂടെ പോകേണ്ടി വരുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ കൽപ്പിക്കേണ്ടി വരുന്നു. കാരണം എന്തുകൊണ്ട്? സംശയങ്ങളെല്ലാം തീർത്ത്, വിപരീയങ്ങളെല്ലാം മാറി, ശുദ്ധമായ ബോധത്തിൽ നിന്നുകൊണ്ടല്ല നമ്മൾ ആത്മവിചാരം ചെയ്യുന്നത്, മറിച്ച് എല്ലാ മാലിന്യങ്ങളെയും കൂടെ വെച്ചുകൊണ്ടാണ്. അപ്പോൾ ആ സ്വാഭാവികമായിട്ടും നമ്മുടെ ചിന്തയിൽ എല്ലാം ഇത്തരം ഉപാധികളെ സ്വീകരിക്കേണ്ടി വരും. ആ യാഥാർത്ഥ്യങ്ങളായ ഉപാധികളെ സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ഇതൊക്കെ എന്താണ്, ആത്മാവിന്റെ പ്രതിബിംബം അനാത്മാവിൽ വന്നു, അതിന്റെ പ്രതിബിംബം ആത്മാവിൽ പോയി, ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് തുടങ്ങുകയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു വന്ന് ഇങ്ങനെയെല്ലാം ചിന്തിച്ച് വന്ന് ഈ ചിന്തകളിൽ നിന്നെല്ലാം മുക്തനാകും. അപ്പോൾ ഈ ചിന്തകളിൽ നിന്നെല്ലാം മുക്തനായി മനസ്സ് അടങ്ങുമ്പോൾ, ഇപ്പം മനസ്സടങ്ങാത്തതുകൊണ്ടാണ് ഇതൊക്കെ ചിന്തിക്കുന്നത്. ആ മനസ്സടങ്ങുമ്പോൾ മനസ്സിലാവും ഇവിടെ ബിംബവുമില്ല, പ്രതിബിംബവുമില്ല, യാതൊന്നുമില്ല എന്നാണ്. അല്ല, അതിന് ഈ ചിന്ത തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇതല്ലാതെ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ മനസ്സടങ്ങുമെങ്കിൽ ധാരാളം മതി. ഇത് ഒരു ഉപായം എന്നുള്ളതേ ഉള്ളൂ. ഇത് ഒരു ഉപായം, പല ഉപായങ്ങളിലുള്ളതിൽ ഒന്ന് ആത്മവിചാരം. അതിലൂടെ ശ്രമിച്ചു നോക്കുക. ഒരാൾക്ക് ഒരേ സമയം പല ഉപായങ്ങളും സ്വീകരിക്കാം. ഇതെല്ലാം ഋഷിമാരും ആചാര്യന്മാരും നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. അപ്പം നമ്മൾ ജപിക്കുന്നു, ധ്യാനം ചെയ്യുന്നു, അതുപോലെ ആത്മവിചാരവും ചെയ്യും. ആത്മവിചാരം ചെയ്യുമ്പോൾ എന്താണ്? അസത്യേ വത്മനിസ്ഥിത്വ തത് സത്യം സമീഹതേ, ആചാര്യന്മാരുടെ അഭിപ്രായമാണ്. അസത്യേ വത്മനിസ്ഥിത്വ, അസത്യമായ മാർഗത്തിൽ നിന്നുകൊണ്ട് എന്നാണ്. അസത്യമായ വർത്മ എന്ന് പറഞ്ഞ മാർഗം, അസത്യേ പത്മനി സ്ഥിത്വ, അസത്യമായ മാർഗത്തിൽ നിന്നുകൊണ്ട് തതഹ ആ വഴിയിലൂടെ സത്യം സമീഹതേ, സത്യത്തെ സാക്ഷാത്കരിക്കുന്നു എന്നാണ്. എപ്പോഴും നമ്മുടെ മനസ്സിരിക്കേണ്ട കാര്യമാണ്. നമ്മുടെ മാർഗമല്ല സത്യം. അസത്യമായ മാർഗത്തിലൂടെ നമ്മൾ സത്യത്തെ സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ പറയുന്ന വേദാന്ത പ്രക്രിയകളും ഈ വിചാര പദ്ധതികളും ചിന്തകളും എല്ലാം അസത്യമാണ്, എല്ലാം കൽപ്പനകളാണ്. അതിലെന്തെങ്കിലും യുക്തിഭംഗമുണ്ടെങ്കിൽ അത് ഇതിന്റെ സ്വഭാവമാണ്, മായാസ്വഭാവമാണ്. അത് വരും. യുക്തിയും യുക്തിഭംഗവും മായാസ്വഭാവമാണ്. അതുകൊണ്ട് ബിംബം പ്രതിബിംബം ഇതൊക്കെ നമുക്ക് തൽക്കാലം ഈ രീതി മനസ്സിലാക്കുക, ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതിലുള്ള പൊരുത്തക്കേടുകളെന്ന് പറയുന്നത് എന്താണ്? അനിർവചനീയമായിരിക്കുന്ന ആ മായാസ്വരൂപിണിയുടെ പൊരുത്തക്കേടുകളാണ്. അത് നമുക്ക് പരിഹരിക്കുക എന്ന് പറയുന്ന ആത്യന്തികമായിട്ട് പരിഹരിക്കേണ്ട കാര്യമാണ്. തൽക്കാലം എന്താണ്? അസത്യേ
പത്മനിസ്ഥിത്വ തത സത്യം സമീഹത എന്ന് പറയുന്ന മുദ്രാവാക്യം ഉറച്ചു കൊടുത്തോളുക. അപ്പോൾ സംഗതി പിടികിട്ടും. ഇതെപ്പോഴും ഒരു മുദ്രാവാക്യം പോലെ നമ്മൾ ഉറച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതല്ല സത്യം എന്നുള്ളത്. ഇതൊരു വിചാരമാർഗം മാത്രം. സത്യം എന്ന് പറയുന്നത് ഇതിലൂടെ വെളിപ്പെടുന്നതാണ് സത്യം. അതുകൊണ്ട് ആത്മാവിന്റെ പ്രതിബിംബം എവിടെയെങ്കിലും പതിക്കുന്നുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധ അസംബന്ധമാണ്. ഇനി ആത്മാവിൽ എന്തിന്റെയെങ്കിലും പ്രതിബിംബം പതിക്കുന്നു എന്ന് എവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉൾപ്പെടെ അത് ശുദ്ധമായ അസംബന്ധമാണ് എന്നിപ്പോഴേ ഉറപ്പു തരാം. പക്ഷെ തൽക്കാലം ഈ അസംബന്ധത്തെ തന്നെ സ്വീകരിക്കുക. ഈ അസംബന്ധത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ അസംബന്ധത്തെ അതിക്രമിക്കുക എന്നാണ്. അതായത് ഇവിടെ അതാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു അസംബന്ധത്തെ, ഒരു യുക്തിഭംഗത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ യുക്തിഭംഗത്തെ അതിക്രമിക്കുക. അതാണ് വേദാന്തത്തിന്റെ ശൈലി എന്ന് പറയുന്നത്. മായയെ ഉൾക്കൊണ്ടുകൊണ്ട് മായയെ അതിക്രമിക്കുക. ഉൾക്കൊള്ളേണ്ട കാര്യമില്ല, നമ്മളത് ഉൾപ്പെട്ടിരിക്കുകയാണ്. എന്നാലൊന്ന് നേരാവണ്ണം ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനെ അതിക്രമിച്ചു പോവുക. നേരാവണ്ണം എന്ന് പറയുമ്പോൾ അത് ശാസ്ത്രത്തിൻ്റെതായ മാർഗത്തിലൂടെ. നമ്മൾ നേരാവണ്ണമല്ല അതിനെ ഉൾക്കൊണ്ടിരിക്കുന്നു. വേദാന്ത വിചാരത്തിലൂടെ ഉൾക്കൊള്ളുമ്പോൾ അതിനെ നേരാവണ്ണം ഉൾക്കൊള്ളുകയാണ്. അങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ അതിക്രമിക്കുക. അല്ലാതെ ഇതിനെ ഉൾക്കൊള്ളാതെ അതിക്രമിക്കാൻ പറ്റത്തില്ല. വേദാന്ത വിചാരത്തിലൂടെ അല്ലാതെ ജ്ഞാനത്തെ പ്രാപിക്കുക പ്രയാസമാണ്. അപ്പോൾ ആ വേദാന്ത വിചാരത്തെ ഉൾക്കൊള്ളുമ്പോൾ ഈ പറയുന്ന പ്രക്രിയകളെല്ലാം ഉൾക്കൊള്ളേണ്ടി വരും എന്നർത്ഥം. അപ്പോൾ ആ ചോദ്യം ശരിയാണ്. ഇതെല്ലാം ആത്യന്തികമായിട്ട് ഇതൊന്നും ശരിയല്ല എന്നർത്ഥം. അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ആത്മാവെന്ന് പറയുന്ന അരൂപമായ ഒരു വസ്തു, അതിനെവിടെയാ പ്രതിബിംബം പതിക്കാൻ ഇവിടെ വേറെ വസ്തുവുള്ളത്? ആത്മാവ് രൂപമുള്ള ഒരു വസ്തുവിനെ പ്രതിബിംബത്തെ സ്വീകരിക്കാൻ പറ്റും. ആത്മാവിൽ രൂപമില്ല, അതായത് ആകാരമില്ല. ആകാരമില്ലാത്ത വസ്തു എങ്ങനെ വേറെ നിന്റെ പ്രതിബിംബത്തെ സ്വീകരിക്കും? ഇതൊന്നും എന്താണ്, ആത്യന്തികമായി ഇതൊന്നും തന്നെ ശരിയല്ല. പക്ഷെ തൽക്കാലം നമുക്കിത് ശരിയായി അംഗീകരിച്ച് പറ്റും എന്നാണ് ആചാര്യന്മാരുടെ അഭിപ്രായം. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വന്നത് അധ്യാസത്തിന്റെ പൂർവപക്ഷമാണ്, സിദ്ധാന്തമല്ല. അതിനിടയ്ക്ക് അധ്യാസത്തിന്റെ സിദ്ധാന്തത്തെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങളും നമ്മൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ പൂർവപക്ഷം ഇവിടെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് ധർമ്മി അധ്യാസം, ആത്മാവും അനാത്മാവും തമ്മിലുള്ള അധ്യാസം പൂർവപക്ഷിയുടെ അഭിപ്രായത്തിൽ സംഭവിക്കത്തില്ല. അതുകൊണ്ട് അതിന്റെ ധർമ്മങ്ങളുടെ അധ്യാസവും സംഭവിക്കത്തില്ല എന്നാണ്. തദ്ധർമാണമപി സുതരാം ഇതരേതരഭാവ അനുപത്തി. ഇതുവരെ പൂർവപക്ഷമാണ്. ആത്മാവിന്റെയും അനാത്മാവിന്റെയും ധർമ്മങ്ങൾക്കും വ്യക്തമായും ഇതരേതരഭാവം താതാത്മ്യം സംഭവിക്കത്തില്ല എന്നാണ്. യുഷ്മത് അസ്മത് പ്രത്യേക ഗോചരയോഹോ വിഷയവിഷയിണോഹോ തമപ്രകാശോദ്വിരുദ്ധ സ്വഭാവയോഹോ ഇതരേതരഭാവ അനുഭവത്വ സിദ്ധായാം തദ്ധർമാണമപി സുതരാം ഇതരേതരഭാവ അനുപത്തി. ഇത്രയും കൊണ്ട് നമ്മുടെ